കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നാഷണൽ സേവിംഗ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകളും കമ്പനി LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ ഉൾപ്പെടെ നിരവധി 10th ലെവൽ പരീക്ഷകളുമാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായുള്ള കോമൺ പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലും 10th ലെവൽ പരീക്ഷകൾക്കായുള്ള കോമൺ പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലും നടക്കും. നല്ല മാർക്കോട് കൂടി പ്രിലിംസ് പാസ്സായാൽ മാത്രമേ ഓരോ തസ്തികകളിലേക്കുമുള്ള മെയിൻസ് പരീക്ഷകൾക്കുള്ള ഇൻഡിവിജ്വൽ കട്ട് ഓഫ് നേടാൻ കഴിയൂ. അതുകൊണ്ട് പ്രിലിംസ് ആണെന്ന് കരുതി പഠനത്തിൽ ഉഴപ്പാൻ പാടില്ല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്യുകയും ചെയ്യണം. അവസാന വട്ടം റിവിഷൻ ചെയ്യാനായി ഷോർട്ട് നോട്ടുകൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കണം. റാങ്ക് ഉറപ്പിക്കാനും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കാനും മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണം. മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കണം. പരീക്ഷാ ഹാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ തിരുത്താനായി മോക്ക് ടെസ്റ്റുകളോ ടെസ്റ്റ് സീരീസുകളോ ചെയ്ത് തയ്യാറെടുക്കാം. പരീക്ഷയുടെ വിജയം തീരുമാനിക്കുന്നത് അറിവ് മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പുറകിലല്ല. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിജയപരാജയത്തെ തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടതും പഠിക്കാനുള്ള മോട്ടിവേഷൻ നൽകേണ്ടതും ഈ ഒരു കാര്യം മാത്രമാണ്. ഇന്നത്തെ ഒരു ദിവസം അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതുവരെയുള്ള നിങ്ങളുടെ പരാജയങ്ങളല്ല, ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. ആ വിജയം മാത്രം മുൻപിൽ കാണുക. Your strong resolve will become your successful reality. അതിന് ഏറ്റവും മികച്ച നോട്ട്സും മോക്ക് ടെസ്റ്റും ക്ലാസ്സുകളുമായി KS റാങ്കർ എപ്പോഴും കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ടു യുവർ സക്സസ്. പിന്നെ ഓരോ ദിവസവും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനായി ഈ വീഡിയോ എന്നും രാവിലെ ഒന്ന് കണ്ടോളൂ. ഇന്ന് എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് സഹായിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് 1-2 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ മെറ്റീരിയൽസ്, റിസോഴ്സസ്, ഈവൻ ഈ ക്ലാസ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോർമലി ഞാനൊരു ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത്, നമുക്ക് ലൈവായിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചില സമയത്ത് പ്രോപ്പറായിട്ടുള്ള PYQ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ചിലപ്പം ചില ലിമിറ്റേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗത്തും ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈവൻ ഈ ലൈവ് ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു റിവിഷൻ എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങളൊരു 1.5-ലോ 2-ലോ ഒക്കെ ഇട്ടിട്ട് വീണ്ടും ഈ ഒരു ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ PYQ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതിന് ശേഷം എവിടെയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതാത് ഭാഗത്ത് കാണിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റെക്കോർഡഡ് വേർഷനാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ഭാഗത്ത് വന്ന PYQs ജസ്റ്റ് ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണിച്ച് പോകുന്നുണ്ടായിരിക്കും. ആ PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റോക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, റോക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ നോർമലി ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ ചെറിയ ടോപ്പിക്കാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 40 മിനിറ്റിൽ കൂടുതൽ ഒരു ക്ലാസ്സോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അത്രയും ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഒരു ചോദ്യം എല്ലാ PSC എക്സാമിനേഷനിലും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലുള്ള ആളുകൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിൽ മലയാളത്തിൽ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അധികം ഉണ്ടായിരിക്കും. അതും കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴായിട്ട് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ്. ഓക്കെ, യെസ്. അപ്പം ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു അഡീഷണൽ ആയിട്ട് ഒരു റീഡിംഗ് റിസോഴ്സ് എന്നുള്ള രൂപത്തിലേക്ക് മെറ്റീരിയൽസും കൂടെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇതിൽ ആദ്യമായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. നമ്മൾ പറഞ്ഞു റോക്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റോക്സ്, റോക്ക് സൈക്കിൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, അതായത് ഈ റോക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് റോക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് വരുന്നുണ്ട്. ആ റോക്സിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ റോക്സിൻ്റെയും എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അത് കാണുന്ന ലൊക്കേഷൻ,
കണ്ടീഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, അത് ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ആണ്, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കാരണം അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇഗ്നീഷ്യസ് റോക്സിന് എക്സാമ്പിൾ പഠിക്കണം, അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, സോ അങ്ങനെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റോക്ക് അതിന് ഡിഫറെൻറ്റ് രൂപത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്, ഡിഫറെൻറ്റ് രൂപത്തിലുള്ള മെറ്റമോർഫിസം നടക്കാൻ സാധ്യതയുണ്ട്, കെമിക്കലി മെറ്റമോർഫിസം നടക്കാൻ സാധ്യതയുണ്ട്, ബയോളജിക്കലി നടക്കാൻ സാധ്യതയുണ്ട്, സ്ട്രക്ചറലി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് റോക്ക് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ ഏതായിട്ട് മാറുന്നു, ഇങ്ങനെയൊക്കെ ചിലപ്പം ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചധികം ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ അത് പഠിച്ചാലേ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, യെസ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് എന്താണ് റോക്സ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പാറകൾ, കല്ലുകൾ എന്നൊക്കെ പറയുന്നത് റോക്സ് തന്നെയാണ്. അപ്പോൾ ഈ റോക്സ് എന്ന് പറയുന്നത് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ചുറ്റുമുള്ള റോക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെങ്കല്ല് അതൊരു റോക്കാണ്, കല്ലെന്ന് പറയുന്നുണ്ടല്ലോ, ചെങ്കല്ല് അതൊരു റോക്കാണ്. നമ്മൾ കാണുന്ന പാറകളുണ്ടായിരിക്കും, ക്വാറീസ്, അത് റോക്കാണ്. മാർബിൾ റോക്കാണ്, ഗ്രാനൈറ്റ് റോക്കാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോക്കുകൾ വരുന്നുണ്ട്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് അതും ഒരു റോക്കാണ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ആണ്. പക്ഷേ ഈ ഓരോ റോക്കുകളും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മാർബിൾ പോലെയല്ല ഗ്രാനൈറ്റ് ഉള്ളത്, അതുപോലെയല്ല ചെങ്കല്ലുള്ളത്, അതുപോലെയല്ല ചോക്കുള്ളത്. അപ്പോൾ ഓരോ റോക്കും ഡിഫറെൻ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഓരോ റോക്കിലും അടങ്ങിയിരിക്കുന്ന മിനറൽ കോമ്പോസിഷൻസ് ഡിഫറെൻ്റ് ആണ്. ഓരോ റോക്കിലും അടങ്ങിയിരിക്കുന്ന മിനറൽ കോമ്പോസിഷൻസ് ഡിഫറെൻ്റ് ആണ്. എന്നാലും കോമൺ ആയിട്ട് നമ്മൾ സാധാരണ റോക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ കോമൺ ആയിട്ട് കാണുന്ന ചില മിനറൽസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെൽസ്പാർ, അതുപോലെ തന്നെ സിലിക്കൺ, ഇതുപോലത്തെ ചില കോമൺ ആയിട്ടുള്ള മിനറൽസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ സാധാരണ എല്ലാ റോക്കുകളിലും കാണാറുണ്ട്. അപ്പോൾ അതല്ലാതെ മറ്റ് ചില മിനറൽസിൻ്റെ ഡിഫറൻസസ് ആണ് ഓരോ റോക്കിനെയും ഡിഫറെൻ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്, എല്ലാ റോക്കും ചിലപ്പം ഒരുപോലെ ആവണം എന്നില്ല. ചില റോക്കുകൾ ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് അത്ര ഹാർഡായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ക്വാറി അല്ലെങ്കിൽ ആ പാറ ഉണ്ടല്ലോ, പൊട്ടിച്ചെടുക്കുന്ന പാറ, അത് ഭയങ്കര ഹാർഡാണ്. എന്നാൽ അത്രത്തോളം ഹാർഡായിരിക്കില്ല ചെങ്കൽ എന്ന് പറയുന്നത്. ദെൻ അതിനേക്കാളും ഹാർഡ് കുറവാണ് ചോക്ക് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ചോക്ക് എന്ന് പറയുന്നത്, അത് അതിനേക്കാളും ഹാർഡ്നെസ് കുറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ റോക്കിൻ്റെയും ഹാർഡ്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഫാക്ടർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഹാർഡാണ് ഒരു റോക്ക് എന്നുണ്ടെങ്കിൽ ആ റോക്ക് എറോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അടർന്നു പോകുന്നതിന്, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രൈവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള റോക്കുകൾ ദീർഘകാലം അതിൻ്റെ സ്ട്രക്ചറിൽ നിലനിൽക്കും. എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള റോക്കുകൾക്ക് എറോഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, റണ്ണിങ് വാട്ടർ ഉണ്ടെങ്കിൽ, വിൻഡ് ഉണ്ടെങ്കിൽ, ഇത് കാരണമൊക്കെ സോഫ്റ്റ് റോക്കുകളാണ് പലപ്പോഴും ഇറോഡായിട്ട് പോകാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അപരദനം, അപജയം, ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളത് സോഫ്റ്റ് റോക്കുകൾക്കാണ്. ഈ സോഫ്റ്റ് റോക്കുകൾക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് അപജയം സംഭവിക്കുന്നത് കൊണ്ടാണ് പല സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസുകൾ രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഡെസേർട്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ മഷ്റൂം റോക്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇതേ ഒരു സ്ട്രക്ചറിൽ മഷ്റൂം റോക്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇപ്പോൾ ഈ മഷ്റൂം റോക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഷ്റൂം അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഭാഗം ഹാർഡ് റോക്കാണ്. എന്നാൽ അതിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സോഫ്റ്റ് റോക്കാണ്. അപ്പോൾ ഈ സോഫ്റ്റ് റോക്കിന് എറോഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗങ്ങളും പതുക്കെ എന്ത് ചെയ്തു, അപജയം സംഭവിച്ച് പോവുകയും മുകളിലുള്ള ഹാർഡ് റോക്ക് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് മഷ്റൂം റോക്കുകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, മഷ്റൂം റോക്കുകൾ രൂപം കൊള്ളുന്നത് ഈ രൂപത്തിൽ അപജയം സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എറോഷൻ സംഭവിക്കുന്ന സമയത്താണ്. ഓക്കെ, ഇനി എറോഷൻ സംഭവിച്ച് മാത്രമല്ല ഡെപ്പോസിഷൻ സംഭവിച്ചിട്ടും റോക്കുകൾ രൂപം കൊള്ളുന്നുണ്ട്. നമ്മളത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ ആ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള റോക്കുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതിലൊന്നാണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈം സ്റ്റോൺ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു മിനറൽ മാത്രമേ വരുന്നുള്ളൂ. അത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാൽസ്യം കാർബണേറ്റ് ആണ്. എന്നാൽ ചില റോക്കുകളിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് മിനറൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രാനൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റിൽ പ്രധാനമായിട്ടും ക്വാർട്സ് വരുന്നുണ്ട്. ക്വാർട്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ സിലിക്കയും കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്വാർട്സ് വരുന്നുണ്ട്, ഫെൽസ്പാർ വരുന്നുണ്ട്, മൈക്ക വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും ഈ പറയുന്ന പോലെ സിലിക്കയുടെ എലമെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്,
എങ്ങനെയായാലും ഇപ്പം ഒരു മിനറൽ കോമ്പോസിഷനിലായാലും അല്ലെങ്കിൽ ഒരുപാട് മിനറൽസ് ചേർന്നിട്ടായാലും റോക്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മിനറൽസ് അത്യാവശ്യം ആണ്. ഓക്കെ, മിനറൽസ് അത്യാവശ്യമാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്സിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ കല്ലുകൾ, ശിലകൾ, അവ പൊടിഞ്ഞിട്ടാണ് മിനറൽസ് ഉണ്ടാകുന്നത്. ആ മിനറൽസ് അല്ലെങ്കിൽ ആ മിനറൽസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോസിഷനാണ് മണ്ണ് അല്ലെങ്കിൽ സോയിലിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു ഡയഗ്രാമാറ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്സ് അല്ലെങ്കിൽ ശിലകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപചയം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എറോഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ശിലകൾക്ക് എറോഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ശിലകൾക്ക് എറോഷൻ സംഭവിക്കുന്ന സമയത്ത് അത് ചെറിയ ചെറിയ ഫൈൻ ഗ്രൈൻസ് ആയിട്ട് മാറും, ചെറിയ ചെറിയ തരികളായിട്ട് മാറും. ആ തരികളാണ് ഫൈനലായിട്ട് സോയിലിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഇവിടെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഫണ്ടമെൻ്റലായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം, ഒരുപാട് ഡെപ്തിലുള്ള കാര്യങ്ങൾ പോലും അല്ല. ഓക്കെ, ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ദെൻ അടുത്തത് നമ്മൾ ഈ പറയുന്ന മിനറൽസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് രൂപത്തിൽ നമുക്ക് സാധാരണ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? റോക്കുകൾ നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ശിലകളെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ റോക്കുകളെ സംബന്ധിച്ചിട്ട് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്കുകൾ പഠിക്കും. പക്ഷേ ആ എല്ലാ റോക്കുകളിലും കോമ്പോസിഷൻ ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർബിൾസ് ഉണ്ട്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അഗൈൻ പറഞ്ഞു, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും ഓരോ റോക്കുകൾക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള കോമ്പോസിഷനാണ്. അതായത് മാർബിളിന് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷനാണ്, അതുപോലെ തന്നെ റെഡ് സാൻഡ്സ്റ്റോണിന് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷനാണ്. ഓക്കെ, ചോക്കിന് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷനാണ് എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർബിൾസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല കളറിൽ, പല പാറ്റേൺസിൽ, പല രൂപത്തിലുണ്ട്. അപ്പോൾ ഈ രൂപത്തിലെ പാറ്റേൺസും കളറുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻസ്, ഇങ്ങനെയൊക്കെ മാർബിൾസിലെ മാറ്റം വരാനുള്ള കാരണം അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഘടകങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഇത്തരത്തിലുള്ള മാർബിൾസിന് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ഘടനയുള്ള മാർബിൾക്ക്, ഡിഫറെൻറ്റ് പാറ്റേണുള്ള മാർബിൾസിന് ഒരേ ഫിക്സ്ഡ് കോമ്പോസിഷനിലല്ല മിനറൽസ് ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, സ്റ്റക്കാണോ? ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സെക്കൻഡ്. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. ഫുള്ള് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എന്നല്ലേ? യെസ്. ഓക്കെ, 1 സെക്കൻഡ്. ഞാൻ ആ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. ഇപ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ സ്ലൈഡ്? ഓക്കെ, യെസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗുഡ്. ഓക്കെ, യെസ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു, ഈ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഓരോ റോക്സിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോ ഫിക്സ്ഡ് കോമ്പോസിഷൻ, ഒരു റോക്കിനെ സംബന്ധിച്ചിട്ട് മിനറൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫിക്സ്ഡ് കോമ്പോസിഷൻ ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത് തെറ്റാക്കിയിട്ട് എടുക്കരുത്. പെട്ടെന്ന് ഈ നോ ഒക്കെ കാണുന്ന സമയത്ത്, സാധാരണ നമുക്ക് അങ്ങനെയാണ്, നോ ഒക്കെ കാണുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എടുക്കരുത്. നോ ഫിക്സ്ഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, റോക്സിനെ സംബന്ധിച്ചിട്ട് മിനറൽസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, ഡിഫറെൻ്റ് ആണ്, വാരിയിങ് ആണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് മിനറൽസും അതുപോലെ തന്നെ റോക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില ഡിഫറൻസ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മിനറൽസ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. എന്നാൽ റോക്സ് എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഓഫ് 1 or
മോർ മിനറൽസ് ആണ്, ഒന്നോ അതിലധികമോ മിനറൽസ് ചേർന്നിട്ട് ഒരു ലാർജ് സ്ട്രക്ചർ രൂപം കൊള്ളുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോക്സ് എന്ന് പറയുന്നത് ഒരു കൺസോളിഡേറ്റഡ് രൂപമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കൺസോളിഡേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസുകൾ ഒരുമിച്ച് ചേർന്ന് രൂപം കൊള്ളുന്നത്. ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് റോക്കുകൾ രൂപം കൊള്ളുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്സിൻ്റെ പ്രൈമറി ഫോമാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിനറൽസിലേക്ക് വരുന്ന സമയത്ത് മിനറൽസിന് ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. ഓക്കെ, മിനറൽസിന് ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെൽസ്പാർ, ഓക്കെ, ഫെൽസ്പാറിന് ഫിക്സഡ് ആയിട്ടുള്ള കോമ്പോസിഷനാണ്. ക്വാഡ്സിന് ഫിക്സഡ് ആയിട്ടുള്ള കോമ്പോസിഷനാണ്. ഓക്കെ, സിലിക്കൺ ഓക്സൈഡ്. അപ്പോൾ അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കും മിനറൽസിന് ഉണ്ടാകുന്നത്. എന്നാൽ റോക്സിന് അതല്ല, കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ചേർന്നിട്ടാണ് റോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിലുള്ള മിനറൽസിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്സുകളെ സംബന്ധിച്ചിട്ട് ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി മിനറൽസിന് എക്സാമ്പിളാണ് ക്വാഡ്സ്, ഫെൽസ്പാർ, ഇതൊക്കെ. എന്നാൽ റോക്സിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഓക്കെ, ഇതൊക്കെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എക്സാമ്പിളാണ്. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് എക്സാമ്പിൾസും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് റോക്സിന് വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ മിനറൽസും റോക്കും തമ്മിലുള്ള ഈ ഒരു ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. വളരെ അടിസ്ഥാനമായിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷനാണ്. ഓക്കെ, മിനറൽസ് എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകമാണ്. നമ്മൾ സാധാരണ ആറ്റവും മോളിക്യൂളും പറയുന്ന പോലെ മിനറൽസ് എന്ന് പറയുന്നത് ഒരു ആറ്റം ആണ് എന്ന് പറയാം. ആറ്റത്തിന് എല്ലാത്തിനും എന്താണ്, ഒരേ സ്ട്രക്ചറാണ്. എന്നാൽ ഈ ആറ്റം കാരണം രൂപം കൊള്ളുന്ന ഓരോ മോളിക്യൂൾസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഘടനകളായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങളായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് മിനറൽസ് എന്ന് പറയുന്നത് ഒരു ആറ്റം രൂപത്തിലും റോക്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മോളിക്യൂൾ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതുപോലെ മിനറൽസ് ചേർന്നിട്ടാണ് റോക്സ് രൂപം കൊള്ളുന്നത് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഇമേജ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടെ ഒന്ന് റീഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും റോക്സിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ആണ് വരുന്നത്. അതിൽ ആദ്യം വരുന്ന റോക്കുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയും. ഓക്കെ, അതിനെ നമ്മൾ മലയാളത്തിൽ ആഗ്നേയ ശില എന്നും വിളിക്കും. ഓക്കെ, ആഗ്നേയ ശില എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇഗ്നീഷ്യസ് റോക്സിനെയാണ് നമ്മൾ ആഗ്നേയ ശില എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ റോക്കിനെയാണ് നമ്മൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സെഡിമെൻ്ററി റോക്ക് വരുന്നുണ്ട്. അപ്പോൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്ന സമയത്ത് അവസാദങ്ങൾ വന്നടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ്. ഓക്കെ, എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സെഡിമെൻ്ററി റോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവസാദ ശിലകൾ എന്ന് പറയുന്നത് സെഡിമെൻ്ററി റോക്കാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റോക്കുകളെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത് അതിന് നമ്മൾ കായാന്തരിത ശിലകൾ എന്നും പറയും. ഓക്കെ, കായാന്തരിത ശിലകൾ എന്നും പറയും. അപ്പോൾ ഇങ്ങനെ 3 ആയിട്ടാണ് സാധാരണ റോക്കുകളെ, ശിലകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആഗ്നേയ ശില, രണ്ടാമത്തത് അവസാദ ശില, മൂന്നാമത്തത് കായാന്തരിത ശില. ഇനി ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്, ഇങ്ങനെ 3 ആയിട്ടാണ് റോക്കുകളെ തരം തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഇവിടെ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ പറയുകയാണ്. ഒന്ന്, ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്, ഇഗ്നീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നൈറ്റ് ചെയ്യുക. നമ്മൾ വണ്ടിയൊക്കെ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഗ്നീഷൻ നോക്കാറുണ്ട്. അപ്പോൾ ഇഗ്നീഷൻ എന്ന് പറയുന്നത് തീയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇഗ്നീഷൻ എന്ന് പറയുന്നത് തീയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തീയുമായിട്ട് നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചറിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാഗ്മയാണ്. അപ്പോൾ മാഗ്മയിൽ നിന്ന്, അതായത് ചൂടായ മാഗ്മ അത് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നീഷ്യസ് എന്നുള്ളതിൻ്റെ അർത്ഥവും അഗ്നി അല്ലെങ്കിൽ തീ എന്നാണ്. ഓക്കെ, ഇഗ്നി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും അഗ്നി അല്ലെങ്കിൽ തീ എന്നുള്ളതാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് മാഗ്മ സോളിഡിഫൈ ചെയ്തുകൊണ്ട് മാഗ്മ ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് മാഗ്മ സോളിഡിഫൈ ചെയ്തുകൊണ്ട് രൂപം കൊള്ളുന്നതാണ്. അതിന് പ്രധാനമായിട്ടും 2 എക്സാമ്പിളാണ്. ഒന്ന് ബസാൾട്ട് വരുന്നുണ്ട്, രണ്ടാമത്തത് ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ വോൾക്കാനിസം പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പഠിക്കും. ഇപ്പോൾ ബാത്തോലിത്ത്, ലോപ്പോലിത്ത്, ഫാക്കോലിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ പഠിക്കും. അതിൽ ബാത്തോലിത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ഈ പറയുന്ന ഗ്രാനൈറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ബാത്തോലിത്ത് തണുത്തുറഞ്ഞുകൊണ്ട് രൂപം കൊള്ളുന്ന
ഇൻട്രൂസീവ് ആയിട്ടുള്ള ആഗ്നേയ ശിലകൾ വരുന്നുണ്ട്. ഇൻട്രൂസീവ് എന്ന് വെച്ചാൽ ഭൂമിക്കകത്ത് രൂപം കൊള്ളുന്ന ശിലകളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇവിടെ ഒറ്റ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. സെഡിമെൻ്ററി റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നദികളായാലും വിൻഡ് ആയി കഴിഞ്ഞാലും ഗ്ലേഷ്യേഴ്സ് ആയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ലോഡുകളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് ഒരുപാട് ഡെപ്പോസിഷൻസ് നടക്കുന്ന സമയത്ത് ഒന്നിന് മുകളിലായിട്ട് വീണ്ടും 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 ഡെപ്പോസിഷൻ നടക്കുമ്പം ഒരുപാട് വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുന്ന സമയത്ത് പ്രഷർ കാരണം ഈ ഡെപ്പോസിഷൻ നടന്ന അവസാദങ്ങളെല്ലാം കൂടെ ചേർന്ന് അതൊരു കല്ലിൻ്റെ രൂപത്തിലേക്ക്, ഒരു ശിലയുടെ രൂപത്തിലേക്ക് മാറും. ഓക്കെ, ഒരു ശിലയുടെ രൂപത്തിലേക്ക് അത് മാറുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഡെപ്പോസിഷൻസ് നടന്നുകൊണ്ട് അവസാദങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നതിനെയാണ് നമ്മൾ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അവസാദ ശിലകൾ എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ജിപ്സം, അതുപോലെ തന്നെ കല്ലുപ്പ്. ഓക്കെ, കല്ലുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പാർ ലേക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫിമറൽ റിവേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൂണി പോലെയുള്ള നദികളൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാൾട്ട് കണ്ടൻറ്റ് കൊണ്ടുവന്ന് സാമ്പാർ ലേക്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാമ്പാർ ലേക്കിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൾട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ, സാൾട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോക്കുകൾ, ചെറിയ ചെറിയ കല്ലുകൾ, ചെറിയ ചെറിയ രൂപത്തിലുള്ള ശിലകളൊക്കെ രൂപം കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ പറയുന്നത് പലപ്പോഴായിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഡെപ്പോസിറ്റ് ചെയ്ത സാധനങ്ങൾ അടിഞ്ഞുകൂടി ഓവർ ദ ടൈം കുറച്ച് സമയം കഴിയുമ്പം അതിന് ഒരു ശിലയുടെ രൂപത്തിലേക്ക് പതുക്കെ രൂപപ്പെട്ട് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ അവസാദങ്ങൾ വന്നടിഞ്ഞ്, ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിഷൻസ് വന്ന് ചേർന്ന് രൂപം കൊള്ളുന്നതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്ന സമയത്ത് സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ കളിമണ്ണ്, അതുപോലെ തന്നെ കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ കൽക്കരിയൊക്കെ നിങ്ങൾക്കറിയാം വളരെ വർഷക്കാലത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, അത് അടിഞ്ഞു കൂടുകയാണ്. ഓക്കെ, ഈ പറയുന്ന പോലെ അടിഞ്ഞു കൂടിയിട്ട് ഒടുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിനടുത്തതാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഫിസിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, രസതന്ത്ര പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസോ ഫിസിക്കൽ റിയാക്ഷൻസോ നടക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ രൂപം, ഒരു വസ്തുവിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിലൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ആഗ്നേയ ശിലകളോ അതല്ലെങ്കിൽ ഈ പറയുന്ന സെഡിമെൻ്ററി റോക്സോ അല്ലെങ്കിൽ അവസാദ ശിലകളോ പ്രഷർ, ടെമ്പറേച്ചർ പോലെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാകുന്ന സമയത്ത് അവയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. മെറ്റാമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപം, മോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആകുന്നത്. അപ്പോൾ രൂപം ചേഞ്ച് ആയിട്ട് രൂപം കൊള്ളുന്നതാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ആഗ്നേയ ശിലകളും അതുപോലെ തന്നെ അവസാദ ശിലകളും, ആഗ്നേയ ശിലകൾ എന്ന് പറയുന്ന സമയത്ത് ഇഗ്നീഷ്യസ് റോക്സ് ആണ്. അവസാദ ശിലകൾ എന്ന് പറയുന്ന സമയത്ത് ഡെപ്പോസിഷൻ കാരണം രൂപം കൊള്ളുന്ന സെഡിമെൻ്ററി റോക്സ് ആണ്. ഈ രണ്ട് റോക്കുകളും ഈ രണ്ട് ശിലകൾക്കും ഓവർ ദ ടൈം, കാലക്രമത്തിൽ ടെമ്പറേച്ചർ, താപം കാരണമോ പ്രഷർ, മർദ്ദം കാരണമോ ചില രൂപമാറ്റങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ മാറ്റം വരികയോ ചെയ്തുകൊണ്ട് പുതിയ തരം ശിലകൾ രൂപം കൊള്ളുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഷിസ്റ്റ്, അതുപോലെ തന്നെ നെയ്സ്, അതുപോലെ മാർബിൾ, സ്ലേറ്റ്. ഇതൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ശിലകളാണ് രൂപം കൊള്ളുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് വരുന്നുണ്ട്. ആദ്യം വരുന്നത് ആഗ്നേയ ശിലകൾ, രണ്ടാമത് വരുന്നത് അവസാദ ശിലകൾ, പിന്നെ വരുന്നത് കായാന്തരിത ശിലകൾ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആദ്യം ഇഗ്നീഷ്യസ് റോക്സ്, പിന്നെ വരുന്നത് സെഡിമെൻ്ററി റോക്സ്, പിന്നെ വരുന്നത് മെറ്റാമോർഫിക് റോക്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഇനി ഇതിനെന്ത് ചെയ്യാണ്, ഞാൻ ഒന്നുകൂടെ ഒരു ഓർഡർ ആക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ ആദ്യം വരുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ആദ്യം വരുന്നത്. അതുകൊണ്ട് നമുക്കതിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ എർത്തിൻ്റെ സർഫസിലായാലും ആദ്യം രൂപം കൊള്ളുന്ന ശിലകൾ എന്ന് പറയുന്നത്, റോക്സ് എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളാണ്. ആദ്യം രൂപം കൊള്ളുന്ന ഫസ്റ്റ് ഫോംഡ് റോക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഗ്നേയ ശിലകളാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് വന്നിട്ട് അത് ഘനീഭവിക്കുന്ന സമയത്ത് അത് റോക്കായിട്ട് മാറുന്നുണ്ട്.
ആ റോക്കിന് പിന്നീട് ഡിഫറൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് അല്ലെങ്കിൽ ഈ ആഗ്നേയ ശിലകളിൽ നിന്ന് എറോഷൻ സംഭവിച്ചുകൊണ്ട് അപരദനമോ അപജയമോ അങ്ങനെ എന്തായാലും ശരി അത്തരം കാര്യങ്ങൾ സംഭവിച്ച് അത് പോയി അടിഞ്ഞു കൂടിയിട്ടാണ് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്. ഈ അവസാദ ശിലകൾക്ക് മുകളിൽ പലപ്പോഴും പ്രഷർ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈക്കിളിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളാണ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ ശിലകളും രൂപം കൊള്ളുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കാറുണ്ട്. ആഗ്നേയ ശിലകൾ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാതൃശിലകളെന്നോ അല്ലെങ്കിൽ പിതൃശിലകളെന്നോ ആരംഭശിലകളെന്നോ ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ സാധാരണ ആഗ്നേയ ശിലകൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. കാരണം പ്രൈമറി റോക്സിലെ മാറ്റം സംഭവിച്ചുകൊണ്ടാണ് അവസാദ ശിലകളും കായാന്തരിത ശിലകളും ഒക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു ഓർഡർ പറയാൻ പോവാണ്, ആ ഒരു സൈക്കിൾ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാഗ്മ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ അത് വോൾക്കാനിക് എറപ്ഷൻ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ സർഫസ് എറോഡായി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസ് എക്സ്പോസ് ആകുന്ന സമയത്തൊക്കെ ഉള്ളിൽ കിടക്കുന്ന മാഗ്മ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നത് പുറത്തേക്ക് വരുന്ന കേസാണ്. എന്നാൽ ഇങ്ങനെ പുറത്തേക്ക് വരാതെ മാഗ്മ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കേസസ് വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ മാഗ്മ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, പുറത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് എക്സിറ്റ്. ഓക്കെ, പൂർണ്ണമായിട്ടും എർത്തിൻ്റെ സർഫസിലേക്ക് എത്താം. ചില സമയത്ത് അത് എർത്തിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ഇൻസൈഡ് ആണ്, ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഇൻസൈഡ് എന്ന് പറയും. ഓക്കെ, ഒന്ന് എക്സിറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, രണ്ടാമത്തത് ഇൻസൈഡ് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കതിനെ അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതേ രൂപത്തിൽ തന്നെ രണ്ട് പേരിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തേക്ക് എത്തുന്ന ഇഗ്നീഷ്യസ് റോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രൂസീവ് റോക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രൂസീവ് അതെന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാഹ്യ ആഗ്നേയ ശിലകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ബാഹ്യ ആഗ്നേയ ശിലകൾ എന്ന് പറയും. അത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം വോൾക്കാനിക് എറപ്ഷൻസ് കാരണം. ഓക്കെ, ഈ പറയുന്ന രൂപത്തിൽ വോൾക്കാനിക് എറപ്ഷൻ നടന്നിട്ട് ആ മാഗ്മ പുറത്തേക്ക് എത്തുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രൂസീവ് എന്ന് പറയാം. എന്നാൽ അതേസമയം ചിലപ്പോൾ അത് പുറത്തേക്ക് വരാൻ പറ്റാതെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസൈഡ് ആണ്. അതിനെ നമ്മൾ ഇൻട്രൂസീവ് എന്ന് പറയും. ഓക്കെ, ഇൻട്രൂസീവ് എന്ന് പറയും. അപ്പോൾ ഈ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഭൂമിയുടെ സർഫസിൻ്റെ ഉള്ളിലാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എർത്തിൻ്റെ സർഫസിൻ്റെ അടിയിൽ തന്നെയാണ്, ഉള്ളിൽ കുടുങ്ങി കിടക്കണം, അതിന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അത് ഘനീഭവിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സോളിഡിഫൈ ചെയ്യുന്നത്, അത് തണുത്ത് ഉറഞ്ഞു പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രൂസീവ് എന്ന് പറയും. അത് എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉപരിതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്ട്രൂസീവ് എന്ന് പറയും. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ പറയുന്ന ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്, താഴെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ താഴെ കിടക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് പതുക്കെയായിരിക്കും തണുക്കുന്നത്. അല്ല, നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ ചൂടുള്ള വസ്തു ഉണ്ടാക്കി വെച്ച് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. അത്ര പെട്ടെന്നൊന്നും അത് എന്ത് ചെയ്യില്ല, തണുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ലോ ആയിട്ടായിരിക്കും അത് കൂൾ ചെയ്യുന്നത്, സ്ലോ കൂളിംഗ് ആയിരിക്കും. ഒരുപാട് സമയത്തേക്ക് അതിൻ്റെ ഹീറ്റ് അങ്ങനെ നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ ഈ എക്സ്ട്രൂസീവ് ആയിട്ടുള്ളത് അത് തുറന്നു വെച്ചതാണ്. ഭക്ഷണം നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുക്കും. അപ്പോൾ എന്താണ്, ഇത് കൂൾസ് ഇൻസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ കൂൾസ് ഫാസ്റ്റ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പെട്ടെന്ന് തണുക്കുന്നതാണ് എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് മാഗ്മ പെട്ടെന്ന് തണുത്തുറഞ്ഞ് രൂപം കൊണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ്, ഫീച്ചേഴ്സ് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അങ്ങനെ എർത്തിൻ്റെ സർഫസിലേക്ക് മാഗ്മ എത്തി. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർഫസിൽ ഇഗ്നീഷ്യസ് ആയിട്ടുള്ള റോക്കുകൾ രൂപം കൊള്ളുന്നുണ്ട്. ഇനി ഇഗ്നീഷ്യസ് റോക്കിൽ നിന്ന് മഴ കാരണം, വെയിൽ കാരണം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മഴ കാരണമോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ സർഫസിൽ നിന്ന് പലതായിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും അടർന്നു പോവുകയാണ്. അങ്ങനെ അടർന്നു പോകുന്നത് പലപ്പോഴും പോയിട്ട് പല സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം, ഇപ്പോൾ ഈ വോൾക്കാനിക് എറപ്ഷൻ എന്നൊക്കെ പറയുന്നത് സാധാരണ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും നദികൾ ഉത്ഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ നദികൾ ഈ പറയുന്ന ഇഗ്നീഷ്യസ് ആയിട്ടുള്ള റോക്കുകളുടെ ചെറിയ പൊടികൾ, അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, അതിൽ നിന്നുള്ള മിനറൽസ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് താഴ്വാരങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും.
ഓക്കെ, അത് താഴത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതായിരിക്കും, ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ രൂപം കൊള്ളുന്നതിനെ, അല്ലെങ്കിൽ ഓവർ ദ ടൈം, ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കേട്ടോ, ദശലക്ഷ വർഷങ്ങൾ കൊണ്ട് അത് അവിടെ ഡെപ്പോസിഷൻ നടന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, അതവിടെ കട്ട പിടിച്ച്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പുതിയ റോക്ക് അവിടെ രൂപം കൊള്ളും. അങ്ങനെ ആ ഡെപ്പോസിഷൻ കാരണം രൂപം കൊള്ളുന്നതിനാണ് നമ്മൾ സെഡിമെൻ്ററി റോക്സ്, സെഡിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അവസാദം എന്ന് പറയുന്നത്. ഓക്കെ, അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ആഗ്നേയ ശിലകളിൽ നിന്നുള്ള കഷ്ണങ്ങളൊക്കെ വന്നിട്ടാണ് പിന്നീട് എന്ത് രൂപം കൊള്ളുന്നത്, സെഡിമെൻ്ററി റോക്കുകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, സെഡിമെൻ്ററി റോക്കുകൾ രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ സെഡിമെൻ്ററി റോക്കുകൾ ആദ്യം ഇപ്പം ഒരു ദശലക്ഷ കണക്കിന് വർഷം മുമ്പിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം കുറച്ച് ഡെപ്പോസിഷൻ നടക്കും. ഓക്കെ, കുറച്ച് ഡെപ്പോസിഷൻ നടക്കും. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഡെപ്പോസിഷൻ നടക്കും, വീണ്ടും ഡെപ്പോസിഷൻ നടക്കും. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്കായിട്ട് വീണ്ടും ഡെപ്പോസിഷൻ നടക്കും. അതിനൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്തര മഹാസമുദ്രം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ജിയോ സിംഗ്ലൈൻ രൂപം കൊണ്ടു. ഓക്കെ, ഒരു ഭൗമ താഴ്വാരം അവിടെ രൂപം കൊള്ളുകയും അവിടേക്ക് ഹിമാലയൻ നദികൾ കൊണ്ടുവന്നിട്ട് വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഏകദേശം 2 കിലോമീറ്ററോളം ഹൈറ്റിൽ അവിടെ ഡെപ്പോസിഷൻസ്, അവസാദങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഡെപ്പോസിഷൻസ്, അല്ലെങ്കിൽ ഈ താഴെ കിടക്കുന്ന മിനറൽസ്, റോക്കുകൾ, അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. അതിന് മുകളിലേക്ക് ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം ഈ പാറയും അതുപോലെ കല്ലുകളും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഹൈ പ്രഷറാണ്. ഓക്കെ, ഹൈ പ്രഷറാണ്, പ്ലസ് അവിടെ ടെമ്പറേച്ചറും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഭൂമി കുഴിച്ച് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി കുഴിച്ച് നമ്മൾ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 കിലോമീറ്റർ താഴെ എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. മർദ്ദം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചറും കൂടുന്നതായിരിക്കും. ഓക്കെ, പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ. ഓക്കെ, പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസോ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐസിന് മുകളിൽ ഞാൻ മർദ്ദം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് വെള്ളമായിട്ട് മാറും. ഐസിന് മുകളിലേക്ക് ഞാൻ ചൂട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഐസ് വീണ്ടും വെള്ളമായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, വെള്ളത്തിന് ആ ഒരു മർദ്ദം കുറയ്ക്കാമെന്ന് വിചാരിക്കുക. വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മർദ്ദം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് നീരാവിയായിട്ട് മാറും. എന്നാൽ ഈ പറയുന്ന നീരാവി അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലേക്ക് ഞാൻ മർദ്ദം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ ആയിട്ട് ഞാൻ അതിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറും. ഓക്കെ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് LPG സിലിണ്ടർ. നിങ്ങൾ എടുത്ത് കുലുക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ LPG ഉള്ളത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണുള്ളത്. പക്ഷേ അത് കുലുക്കി നോക്കുന്ന സമയത്ത് ലിക്വിഡ് പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് കാരണം അത്രയും പ്രഷറിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് അത് ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ വരുന്ന സമയത്ത് വസ്തുക്കൾക്ക് രൂപാന്തരം അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്ന സെഡിമെൻ്ററി റോക്കുകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് കായാന്തരിത ശില. അപ്പോൾ രൂപമാറ്റം എന്ന് പറയുന്ന സമയത്ത് മോർഫോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആകുന്നു. മെറ്റമോർഫോസ്ഡ് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു റോക്ക് സൈക്കിൾ അവിടെ രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള കായാന്തരിത ശിലകൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സബ്സിഡൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസ് എപ്പോഴെങ്കിലും ഇടിഞ്ഞ് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ അത് പ്ലേറ്റ് ടെക്ടോണിക്സ് നടക്കുന്ന സമയത്താണ് സംഭവിക്കാറുള്ളത്. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിൽ ഡെൻസിറ്റി കൂടിയത് താഴെ പോവുകയും ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഡെൻസിറ്റി കൂടിയ ഭൗമഫലകം ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന സമയത്ത് അത് പിന്നീട് മാഗ്മയുമായിട്ട് ചേരുകയും കായാന്തരിത ശില വീണ്ടും മാഗ്മയായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കിൾ രൂപത്തിൽ തന്നെയാണ് ഇത് സാധാരണ നടക്കുന്നത്. ഈ രൂപത്തിൽ ഒരു ശില മറ്റൊരു ശിലയായിട്ട് അങ്ങനെ മാറും. ഇനിയിപ്പം ആഗ്നേയശില, ഈ ആഗ്നേയശില എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വർഷം കഴിയുന്ന സമയത്ത് അതിന് മുകളിലേക്ക് പ്രഷറോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള റിയാക്ഷൻസോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്നേയശില നേരിട്ട് കായാന്തരിത ശിലയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കായാന്തരിത ശിലകൾ പിന്നീട് എപ്പോഴെങ്കിലും, ഓക്കെ, മർദ്ദവും പ്രഷറൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉള്ളിലായിരിക്കും കിടക്കുന്നത്, എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് അവസാദം സംഭവിക്കുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എറോഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എറോഷൻ ഫലമായിക്കൊണ്ട് അത് പിന്നീട്
സെഡിമെൻ്ററി റോക്കായിട്ട് അല്ലെങ്കിൽ അവസാദ ശിലയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓരോ റോക്കുകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ്. എന്നാലും ഇവിടെ ആദ്യത്തെ റോക്കായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ആഗ്നേയ ശിലകളെയാണ്. അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓരോ റോക്കും പരസ്പരം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആഗ്നേയ ശിലകളിൽ നിന്ന് കായാന്തരിത ശിലകൾ രൂപം കൊള്ളാം, കായാന്തരിത ശിലകളിൽ നിന്ന് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളാം. അപ്പോൾ കായാന്തരിത ശിലകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഭൗമഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിൽ ഡെൻസിറ്റി കൂടിയത്, കനം കൂടിയത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും താഴേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഒരു ഫലകത്തിൻ്റെ താഴേക്ക് പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ താഴേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും മാഗ്മയുമായിട്ട് കൂടിച്ചേരുകയും അത് മാഗ്മയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. അങ്ങനെ മാഗ്മയുടെ ഭാഗമാകുന്ന സമയത്ത് കായാന്തരിത ശില വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്നേയ ശിലയാകുന്നുണ്ട്. ആഗ്നേയ ശില വീണ്ടും കായാന്തരിത ശിലയോ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സോ ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിനെയാണ് നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സാധാരണ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഓരോന്നായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്, ഇങ്ങനെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റോക്കുകളാണ് വരുന്നത്. ഓക്കെ, യെസ്, അതിലാദ്യം വരുന്ന റോക്കിനെയാണ് അല്ലെങ്കിൽ ആദ്യം വരുന്ന ശിലാരൂപത്തിനെയാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വോൾക്കാനിക് എറപ്ഷൻസ് നടക്കുന്ന സമയത്ത്, ഓക്കെ, വോൾക്കാനിക് എറപ്ഷൻസ് നടക്കുന്ന സമയത്താണ് അത് നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ ഓർ ലാവ. ഓക്കെ, മാഗ്മയോ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ലിത്തോസ്ഫിയർ, അതിന് താഴെ അസ്തനോസ്ഫിയർ, അതിന് താഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻഡിൽ. ഈ മാൻഡിലിൽ കിടക്കുന്ന ലാവ അത് എപ്പോഴെങ്കിലും ഭൂമിയുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ലാവ സോളിഡിഫൈ ചെയ്തുകൊണ്ട് ഘനീഭവിച്ചുകൊണ്ട് രൂപം കൊള്ളുന്നതാണ് ഇഗ്നീഷ്യസ് റോക്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രൈമറി റോക്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് റോക്ക് ടു ഫോം ഓൺ ദി എർത്ത്, നമ്മുടെ എർത്തിൽ, നമ്മുടെ ഭൗമോപരിതലത്തിൽ ആദ്യം രൂപം കൊള്ളുന്ന റോക്ക് എന്ന് പറയുന്നതും ഇഗ്നീഷ്യസ് റോക്കാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. അടുത്തത് മാഗ്മ ഇൻസൈഡ് ദ എർത്ത്, നമ്മുടെ ഭൂമിയുടെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് പതുക്കെ ആയിരിക്കും തണുക്കുന്നത്. മാഗ്മ നമ്മുടെ എർത്തിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ, കാരണം അത് അടച്ചു വെച്ചതാണ്, അടച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ പതുക്കെയാണ് തണുക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാഗ്മ ഇൻസൈഡ് ദി എർത്ത് ആണെങ്കിൽ കൂൾസ് സ്ലോലി, അത് പതുക്കെയായിരിക്കും തണുക്കുന്നത്. എന്നാൽ അത് സർഫസിലേക്ക് എത്തുന്ന സമയത്ത് അത് പെട്ടെന്ന് റാപ്പിഡായിട്ട് തണുക്കുന്നതായിരിക്കും. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. കുറച്ചുകൂടെ കഴിയുമ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ടൈപ്സ് ഓഫ് ഇഗ്നീഷ്യസ് റോക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഈ ഇഗ്നീഷ്യസ് റോക്സിൻ്റെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നീഷ്യസ് റോക്സിൻ്റെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ടൈപ്സ് ഓഫ് ഇഗ്നീഷ്യസ് റോക്സിൽ ആദ്യം വരുന്നതാണ് ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലാവ ചിലപ്പോൾ എന്തായിരിക്കും ഭൂമിയുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ചിലപ്പം തണുക്കാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും അത് ചിലപ്പം ഒരു വോൾക്കാനിക് എറപ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാതെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരാത്ത ലാവകളെയാണ് ഇൻസൈഡ് ആണ്, അതിനെ നമ്മൾ ഇൻട്രൂസീവ് എന്ന് പറയും എന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് റോക്കുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ഇൻസൈഡ് ദ എർത്ത്, ഭൂമിയുടെ ഉള്ളിലാണ് ഇൻട്രൂസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റോക്കുകൾ രൂപം കൊള്ളുന്നത്. അത് പതുക്കെയാണ് സ്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സാധനം പതുക്കെയാണ് തണുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് ക്രിസ്റ്റൽസ് അതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും തണുക്കുന്നത്. ഞാനത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു സാധനം ഇപ്പം ഈ എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്ന മാഗ്മ അപ്പാപ്പം തണുക്കുക എന്ന് വിചാരിക്കുക. ഈവൻ ഒരു ചെറിയ തുള്ളി വന്നിട്ട് എർത്തിൻ്റെ സർഫസിലേക്ക് വന്ന് വീഴുകയാണെങ്കിലും അത് അപ്പം തണുക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും അടുത്തത് വരുന്നത്, അത് തണുക്കും. അപ്പം വരുന്നത് അതിനനുസരിച്ചിട്ട് തണുത്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ ഡിഫറെൻറ്റ് സൈസിലുള്ള ഒരുപാട് ക്രിസ്റ്റൽസ് രൂപം കൊള്ളും. എന്നാൽ എർത്തിൻ്റെ ഉള്ളിലാകുന്ന സമയത്ത് ആ ലാവ മുഴുവൻ എന്തായിരിക്കും, ഒരു സോളിഡ് ആയിട്ടുള്ള, ഒരു ലിക്വിഡ് ആയിട്ടുള്ള രൂപത്തിൽ ആ ഒരു സ്ട്രക്ചറായിട്ട്, ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, തണുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സ്ട്രക്ചറായിട്ടായിരിക്കും അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് ക്രിസ്റ്റൽസ് ആയിരിക്കും അവിടെ സാധാരണ രൂപം കൊള്ളാറുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ടൊന്ന് പറഞ്ഞു തന്നാണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ ഒരു വസ്തു ഒരുമിച്ചായിരിക്കും തണുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് ക്രിസ്റ്റൽസ് ആയിരിക്കും അവിടെ രൂപം കൊള്ളുന്നത്. എന്നാൽ എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുമ്പം അവിടെ ഏത് ഭാഗമാണോ തണുപ്പ് തട്ടുന്നത്, ചിലപ്പോൾ ഏറ്റവും പുറം ഭാഗമായിരിക്കും തണുക്കുന്നത്.
നമ്മളൊരു ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തണുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് തണുക്കുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈസ് ആവും, അതിന് താഴെയുള്ളത് പിന്നെ ക്രിസ്റ്റലൈസ് ആവും. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും ക്രിസ്റ്റലൈസ് ആകുന്നു എന്ന് പറയുന്ന സമയത്ത് എക്സ്ട്രൂസീവ് ആയിട്ടുള്ളതാണെങ്കിൽ, എർത്തിൻ്റെ സർഫസിലേക്ക് എത്തിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ ചെറിയ ചെറിയ രൂപത്തിലുള്ള ക്രിസ്റ്റൽസ് ആയിരിക്കും രൂപം കൊള്ളുന്നത്. എന്നാൽ ഇൻട്രൂസീവ് ആണ്, നമ്മുടെ ഭൂമിക്ക് അകത്താണ് മാഗ്മ തണുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് രൂപത്തിലുള്ള ക്രിസ്റ്റൽസ് ആയിരിക്കും രൂപം കൊള്ളുന്നത്. തരികൾ എന്ന് നമ്മൾ സാധാരണ അതിനെ പറയും. ഓക്കെ, ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന സമയത്ത് തരികളാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇൻട്രൂസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിന് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ആയിട്ടുള്ള റോക്കുകൾക്കുള്ള എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം, നിർബന്ധമാണ്. ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ഡയോറൈറ്റ്, ഗാബ്രോ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഗ്രാനൈറ്റ്, ഡയോറൈറ്റ്, ഗാബ്രോ ഇതൊക്കെ ഇൻട്രൂസീവ് ആയിട്ടുള്ള പ്ലൂട്ടോണിക് റോക്കുകൾക്ക് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഇൻട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഈ പഠിക്കുന്ന റോക്കുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ താരതമ്യേന ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും കട്ടിയുള്ള റോക്കുകളിൽ ഒന്നാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും കട്ടിയുള്ള റോക്ക് എന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്കുകളിൽ പ്രഷർ കാരണം, മർദ്ദം കാരണം രൂപം കൊള്ളുന്ന റോക്കുകൾ മാത്രമാണ്. അതല്ലാത്ത എല്ലാ റോക്കുകളെക്കാട്ടിലും ഹാർഡായിട്ടുള്ളത്, ഏറ്റവും കട്ടിയുള്ളത്, ഏറ്റവും ഉറപ്പുള്ളത് ഇഗ്നീഷ്യസ് റോക്സിനാണ്. ഇഗ്നീഷ്യസ് റോക്സിനേക്കാളും കട്ടിയുള്ളത് മെറ്റാമോർഫിക് റോക്കിലെ പ്രഷർ കാരണം രൂപം കൊള്ളുന്ന ചില റോക്കുകൾക്ക് മാത്രമാണ്. അതല്ലാതെ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കട്ടി കൂടിയ റോക്ക് എന്ന് പറയുന്നത്, ഏറ്റവും ദൃഢമായ റോക്ക് എന്ന് പറയുന്നത് അത് ഇഗ്നീഷ്യസ് റോക്ക് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഏറ്റവും ദൃഢമായ റോക്ക് എന്ന് പറയുന്നത് ഇഗ്നീഷ്യസ് റോക്കാണ്. ഏറ്റവും ഹാർഡായിട്ടുള്ള റോക്ക് എന്ന് പറയുന്നതും ഇഗ്നീഷ്യസ് റോക്കാണ്. ഓക്കെ, യെസ്. ദെൻ അവിടെ നമുക്ക് കൊയേഴ്സ് ആയിട്ടുള്ള ഗ്രെയിൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതോ വലുതോ ആയിട്ടുള്ള തരികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇൻട്രൂസീവ് ആണെന്നുണ്ടെങ്കിൽ വലിയ തരികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്ട്രൂസീവ് ആണെങ്കിൽ ചെറിയ ചെറിയ തരികൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ടിലായാലും ഈ പറയുന്ന കൊയേഴ്സ് ഗ്രെയിൻസ് അല്ലെങ്കിൽ അവിടെ തരികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ദെൻ എക്സ്ട്രൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ, എക്സ്ട്രൂസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് ആയിട്ടുള്ള ഇഗ്നീഷ്യസ് റോക്സിനെ വിളിക്കുന്ന പേരാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ നമ്മുടെ എർത്തിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തിയിട്ടുള്ള റോക്കുകളാണ് എക്സ്ട്രൂസീവ് റോക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്കുകൾ എന്ന് പറയുന്നത്. അത് എർത്തിൻ്റെ സർഫസിൽ, ഉപരിതലത്തിലാണ് രൂപം കൊള്ളുന്നത്. ഇഗ്നീഷ്യസ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്കുകൾ രൂപം കൊള്ളുന്നത് എർത്തിൻ്റെ സർഫസിലാണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് രൂപം കൊള്ളുന്നത് എർത്തിൻ്റെ സർഫസിലാണ്. അത് പെട്ടെന്ന് തന്നെ തണുക്കുന്നത് കൊണ്ട് അവിടെ സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിരിക്കും രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും, അവിടെ ചെറിയ ചെറിയ തരികളായിരിക്കും നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി അതിന് എക്സാമ്പിളാണ് ബസാൾട്ട്, അതുപോലെ തന്നെ ഒബ്സിഡിയൻ, അതുപോലെ തന്നെ പ്യൂമിസ്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോക്കുകൾക്ക് എക്സാമ്പിളാണ്, എക്സ്ട്രൂസീവ് റോക്കുകൾക്ക് എക്സാമ്പിളാണ്. ബസാൾട്ട്, ഒബ്സിഡിയൻ, പ്യൂമിസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസിന് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അത്രയും കാര്യം മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പാരിസണിൽ വരുന്ന ചില ഇൻഫർമേഷൻസ് ആണ്, വിട്ടു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻഫർമേഷൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ഇഗ്നീഷ്യസ് റോക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടുന്ന് പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ചോദ്യം വരാറുണ്ട്. അതിൽ ഏറ്റവും തവണ ആവർത്തിച്ച ചോദ്യമാണ് ഫോസിൽസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ടാവുമല്ലോ, ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മൃഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പക്ഷികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉരകങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ മരങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ വളരെ വർഷക്കാലത്തോളം ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോസിൽസുകൾ കാണപ്പെടുന്ന റോക്ക് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. ഏറ്റവും കൂടുതൽ ഫോസിൽസ് കാണപ്പെടുന്നത് സെഡിമെൻ്ററി റോക്കുകളിലാണ്. സെഡിമെൻ്ററി റോക്കുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോസിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഫോസിൽസ് തീരെ ഇല്ലാത്ത റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഗ്നീഷ്യസ് റോക്കാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ എടുത്തിട്ട് ലാവയിലേക്ക് ഇടുക എന്ന് വിചാരിക്കുക, അത് ഉരുകിപ്പോവും, എല്ലടക്കം അത് ഉരുകിപ്പോവും. ഓക്കെ, എന്തെങ്കിലും അവശേഷിച്ചാൽ മാത്രമേ അവിടെ ഫോസിൽസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത് അഗ്നിയാണ്, തീയാണ്, ലാവയാണ്, മാഗ്മയാണ്. ആ മാഗ്മയിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ അത് മുഴുവൻ ഉരുകി പോകാന്നല്ലാതെ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും നമുക്ക് കിട്ടില്ല. എന്നാൽ ഫോസിൽസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു വസ്തു അവിടെ കിടക്കണം. ഓക്കെ, ഒരു വസ്തു അത് ജീർണിച്ച് അതിൻ്റെ എല്ലുകൾ അവിടെ കിടക്കണം. എല്ലുകൾക്ക് കേടുപാട് സംഭവിക്കാതെ വർഷങ്ങളോളം അത് അവിടെ കിടന്നാൽ മാത്രമേ ഫോസിൽസ് രൂപം കൊള്ളുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു വസ്തു അവിടെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരുപാട് ഡെപ്പോസിഷൻസ് വന്നടിയും.
ഓക്കെ, അതിന് മുകളിൽ ഒരുപാട് ഡെപ്പോസിഷൻസ് വന്നടിഞ്ഞ് അത് മണ്ണിന് അടിയിലായിട്ട് അവിടെ കിടക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിഷൻസ് വന്ന് അടിയുന്ന ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിഷൻസ് വന്ന് അടിഞ്ഞിട്ടാണ് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഫോസിൽസ് വന്ന് പെട്ട് പോകാറുള്ളത്. അപ്പോൾ ഡെപ്പോസിഷൻ നടക്കുന്ന സമയത്താണ് ഫോസിൽസ് രൂപം കൊള്ളുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡിമെൻ്ററി റോക്കുകളിലാണ് നമുക്ക് ഫോസിൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സെഡിമെൻ്ററി റോക്കുകളിലാണ് ഫോസിൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഫോസിൽസ് തീരെ ഇല്ലാത്തത് ഇഗ്നീഷ്യസ് റോക്കാണ്. കാരണം അവിടെ ലാവയാണ്. ലാവ എന്തിനേയും ദഹിപ്പിച്ച് കളയും. അപ്പോൾ ഒരു മൃഗത്തിൻ്റെയും അവശിഷ്ടം അല്ലെങ്കിൽ അവശേഷിപ്പുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. എന്നാലും വളരെ അപൂർവമായിട്ട് ചില ഇഗ്നീഷ്യസ് റോക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ചിലത് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ലാവ തണുക്കുന്ന സമയത്തൊക്കെ അതിൽ വന്ന് പെട്ടുപോയിട്ടുള്ള ചില ജീവികളായിരിക്കും. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇഗ്നീഷ്യസ് റോക്സിൽ നിന്ന് നമുക്ക് ഫോസിൽസ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോസിൽസ് തീരെ ഇല്ലാത്തത് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നീഷ്യസ് റോക്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ഇഗ്നീഷ്യസ് റോക്സ്, ഈ പറയുന്ന റോക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹാർഡായിട്ട് കിടക്കുന്നത് ഇഗ്നീഷ്യസ് റോക്കാണ്. അതുകൊണ്ട് തന്നെ ഹാർഡായിട്ടുള്ള ഒരു സാധനത്തിന് വെതറിങ്, അതായത് അപരദനമോ അപജയമോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഈ മഷ്റൂം റോക്സ് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള റോക്കുകൾ എന്തായിരിക്കും, അത് എറോഡ് ചെയ്ത് പോകും. ഓക്കെ, എന്നാൽ ഇതിന് മുകളിൽ കിടക്കുന്ന ഈ ഹാർഡായിട്ടുള്ള റോക്ക് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് മഷ്റൂം റോക്കുകൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതല്ലാതെ ഇനി നമ്മൾ നദികൾ കാരണമുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് പഠിക്കുന്നതായിരിക്കും. അവിടെ സാർദോങ്സ് ആൻഡ് യാർലോങ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വെർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും എങ്ങനെയാണ് ഹാർഡ് റോക്കുകൾ കിടക്കുന്നത്, അതിനനുസരിച്ചിട്ട് സെഡ് ആൻഡ് വൈ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. റോക്കുകൾ എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള ദൃഢമായിട്ടുള്ള റോക്കുകളുണ്ട്, എന്നാൽ ദൃഢമല്ലാത്ത റോക്കുകളുണ്ട്. അതിനെ നമ്മൾ സോഫ്റ്റ് റോക്കുകൾ എന്ന് പറയും. ഹാർഡായിട്ടുള്ള റോക്കുകളാണെങ്കിൽ അവിടെ വെതറിങ് അല്ലെങ്കിൽ അപജയം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം. കാരണം ഈ അപജയം സംഭവിച്ചിട്ടാണ് പിന്നീട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് രൂപം കൊള്ളുന്നത്. അത് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. ഇനി ഇവിടെ ബസാൾട്ട് ഇസ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഇഗ്നീഷ്യസ് റോക്ക് ഇൻ ഇന്ത്യ നിർബന്ധമാണ്, ഓർത്ത് വയ്ക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണപ്പെടുന്ന റോക്ക് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂ മുഴുവൻ ഇത്തരത്തിലുള്ള ഇഗ്നീഷ്യസ് റോക്സ് കാരണം രൂപം കൊണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വസ്തുവിനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവശേഷിക്കുന്നത് കാർബൺ ആയിരിക്കും അല്ലെങ്കിൽ കരി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറുത്ത കളറായിരിക്കും. ഓക്കെ, അതിന് കറുത്ത കളറായിരിക്കും, ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ കാണുന്ന സോയിൽസിൻ്റെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന കളർ എന്ന് പറയുന്നത് കറുത്ത കളറാണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് സോയിലിൽ ധാരാളമായിട്ട് അയേണിൻ്റെ ഒക്കെ ഡെപ്പോസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന മാൻഡിലിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിയാൽ സിമ. അത് കഴിഞ്ഞിട്ട് മാൻഡിലിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ അയേൺ കണ്ടൻറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അയേൺ കണ്ടൻറ്റുകൾ സർക്കുലർ മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാഗ്മയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് അയേൺ അല്ലെങ്കിൽ Fe എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Fe ഒക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ Fe അല്ലെങ്കിൽ അയേൺ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചുവന്ന മണ്ണിനങ്ങളിലാണ്. ഓക്കെ, റെഡ് സാൻഡ് സ്റ്റോണുകളിൽ അല്ലെങ്കിൽ റെഡ് സ്റ്റോണിലാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് ചുവന്ന മണ്ണുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് Fe കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ അയണിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് റെഡ് സ്റ്റോൺസിലാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ കറുത്ത മണ്ണുകളിൽ നമുക്ക് അയണിൻ്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അയൺസ് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അയൺ ഓറുകൾ അല്ലെങ്കിൽ അയൺ ഖനികൾ നിൽക്കുന്നത് കർണാടക, ഛത്തീസ്ഗഡ് ഇതുപോലുള്ള പ്രദേശങ്ങളായിരിക്കും. അവിടെ അതൊക്കെ ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അയണിൻ്റെ ഡെപ്പോസിറ്റുകൾ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് ഇഗ്നീഷ്യസ് റോക്സിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ് അയൺ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിൻ്റെ ഉള്ളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മിനറൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മിനറൽ ആയിരിക്കില്ല, പലതരത്തിലുള്ള മിനറലുകൾ നമുക്ക് റോക്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ് അയൺ എന്ന് പറയുന്നത്. ഇഗ്നീഷ്യസ് റോക്സിലാണ് അയൺസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, കൂടുതലായിട്ട് കാണുന്നുണ്ട്, ഏറ്റവും കൂടുതലല്ല, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെഡ് ആയിട്ടുള്ള സാൻഡ് സ്റ്റോണിൽ നമുക്ക് കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ റെഡ് നിറം കാണുന്നത് തന്നെ ഈ പറയുന്ന അയണിൻ്റെ ഡെപ്പോസിറ്റുകൾ കൂടുതൽ വരുന്നത് കൊണ്ടാണ്. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ലാൻഡ് ഫോംസും നമ്മുടെ ഇന്ത്യയിൽ എവിടെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത്.
ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രഷറുള്ള സ്ഥലം ഏതായിരിക്കും? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറയുന്നത് ഭൂമിയുടെ ജിയോമോർഫോളജിയുടെ ബേസിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന സ്ഥലം ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത്, കാരണം ഈ പ്രഷർ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് ഇത്തരം പ്രഷറുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന സോൺ അല്ലെങ്കിൽ റീജിയൻ ഏതാണ്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ആ ഒരു അറിവ്, ഇൻഫർമേഷൻ, ആപ്ലിക്കേഷൻ നോളജ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന ഭൂപ്രദേശം എവിടെയാണ്, ഏതാണ്? ഓക്കെ, യെസ്, നോർത്താണ്. നോർത്തിൽ എവിടെയാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? നോർത്തിലെ ഏത് ഭൂപ്രദേശമാണ്? നമ്മുടെ ഇന്ത്യയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തര സമതലം, അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റൽ ഏരിയാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്ന റീജിയൻസ് ഉണ്ടെന്ന് പഠിച്ചു. യെസ്, എക്സാക്ട്ലി, ഹിമാലയ. ഓക്കെ, ഹിമാലയമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നത്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിക്കുകയാണ്. രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത്, രണ്ട് വസ്തുക്കൾ തമ്മിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ അമർത്തുന്ന സമയത്ത് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ രൂപം കൊള്ളാനുള്ള സാധ്യത. ഓക്കെ, ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ പ്രഷർ വരാനുള്ള സാധ്യത ഹിമാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെറ്റാമോർഫിക് റോക്കുകൾ കാണുന്നത് ഹിമാലയത്തിൽ ആണ്. ഏറ്റവും കൂടുതൽ മെറ്റാമോർഫിക് റോക്കുകൾ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയമാണ്. ഹിമാലയത്തിൻ്റെ ഉള്ളിലാണ് മെറ്റാമോർഫിക് റോക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി എൻ്റെ അടുത്ത ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ഡെപ്പോസിഷൻ കാണുന്നത് എവിടെയാണ്? ഓക്കെ, ഏറ്റവും കൂടുതൽ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപം കാരണം രൂപം കൊണ്ടത് എവിടെയാണ്? എവിടെയായിരിക്കും നമുക്ക് ഡെപ്പോസിഷൻ കാരണമുള്ള റോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡിമെൻ്ററി റോക്കുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഓക്കെ, യെസ്, നോർത്ത് ഈസ്റ്റ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൻ്റെ ഹിമാലയൻ ഭാഗം വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് പറയുന്നത് നേരിട്ട് വന്ന് ഇടിച്ചിട്ടുള്ള നമ്മുടെ ലൈക്ക് നേരെ മുകളിൽ കിടക്കുന്ന ഹിമാലയത്തിലാണ്. ഓക്കെ, യെസ്, കോസ്റ്റൽ ഏരിയയിൽ ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ കൂടുതൽ ഡെപ്പോസിഷൻ നടന്ന ഒരു ഏരിയ ഇന്ത്യയിലുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഞാനൊരു ക്ലൂ വേണമെങ്കിൽ തരാം. 1 മുതൽ 2 കിലോമീറ്റർ വരെ ഹൈറ്റിൽ അല്ലെങ്കിൽ അത്രയും കനത്തിൽ അവിടെ ഡെപ്പോസിഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, 1 മുതൽ 2 കിലോമീറ്ററോളം കനത്തിൽ അവിടെ ഡെപ്പോസിഷൻസ് നടന്നിട്ടുണ്ട്, നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം ഒരു പ്രദേശം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതേതാണെന്ന് അറിയാം? ഓക്കെ, ആരൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, ഉത്തര മഹാസമതലം. ഓക്കെ, നോർത്തേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമതലം, അവിടെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. 1 മുതൽ 2 കിലോമീറ്റർ വരെ ഹൈറ്റിൽ കനത്തിൽ അവിടെ ഡെപ്പോസിഷൻസ് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെപ്പോസിഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെഡിമെൻ്ററി റോക്ക് കാണപ്പെടുന്നതും ഉത്തര മഹാസമതലത്തിലാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോയിൻ്റൊക്കെ ഓർത്തെടുക്കാം. ഓക്കെ, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായാൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്തെടുക്കാം. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഇഗ്നീഷ്യസ് റോക്ക് കാണപ്പെടുന്നത് എവിടെയായിരിക്കും? ഇഗ്നീഷ്യസ് റോക്ക്, അതിന് എക്സാമ്പിൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം, ഡെക്കാൻ പ്ലാറ്റ്യൂവിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഗ്നീഷ്യസ് റോക്കുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇഗ്നീഷ്യസ് റോക്കുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ്. ഈ ബ്ലാക്ക് സോയിലിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയുണ്ട്. ഓക്കെ, അതായത് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഉണ്ട്, ഒരു വാണിജ്യ വിളയുണ്ട്. ആ വാണിജ്യ വിള ഏതാണ്? ഓക്കെ, യെസ്, ഈ കറുത്ത മണ്ണിൽ അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ ബ്ലാക്ക് സോയിലിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു, യെസ്, എക്സാക്ട്ലി, കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. ഓക്കെ, കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന കറുത്ത മണ്ണ് കാണപ്പെടുന്നത്, നോട്ട് സാഫ്രോൺ എന്ന് പറയുന്നത് നമ്മൾ കാശ്മീരിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതിന് നമുക്ക് സാസ്കർ അല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിഷൻസ് കൂടുതലായിട്ട് കാണണം. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് കൂടുതലായിട്ട് സാഫ്രോൺ കൾട്ടിവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, യെസ്, എക്സാക്ട്ലി, നമ്മുടെ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ആ പാലക്കാട് പ്രദേശങ്ങളിലും ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പരുത്തി കൃഷി കാണാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, പാലക്കാട്, ചിറ്റൂർ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞ് ചിറ്റൂർ താലൂക്കിലാണ് കൂടുതലായിട്ടും നമുക്ക് ഈ കറുത്ത മണ്ണിൻ്റെ ഡെപ്പോസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത് ബസാൾട്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ബസാൾട്ട് റോക്ക് എന്നറിയപ്പെടുന്നതും ഇഗ്നീഷ്യസ് റോക്കാണ്. ബസാൾട്ട്, ഇഗ്നീഷ്യസ് റോക്ക്, ആഗ്നേയ ശിലകൾ, ഇതൊക്കെ ഒന്നാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ,
യെസ്. ഇനി അടുത്തത് സെഡിമെൻ്ററി റോക്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാദ ശിലകൾ. സെഡിമെൻ്ററി റോക്കിൻ്റെ മറ്റൊരു പേരാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ സെഡിമെൻ്ററി റോക്കിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ്. ലെയർ ആയിട്ടായിരിക്കും ഡെപ്പോസിറ്റുകൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം ഹിമാലയൻ റിവേഴ്സ് അത് ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, കര കവിഞ്ഞൊഴുകി, അപ്പോൾ ഒരു ഡെപ്പോസിഷൻ നടക്കും. അടുത്ത വർഷം വീണ്ടും കര കവിഞ്ഞൊഴുകും, വീണ്ടും ഡെപ്പോസിഷൻ നടക്കും. ഇങ്ങനെ ഓരോ വർഷവും നദികൾ ഒഴുകി വരുന്നതിനനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യം അത് ഒഴുകി വരുന്ന സമയത്ത് ലെയർ ആയിട്ടായിരിക്കും അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പോയിന്റ് കിട്ടി, അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്ക് ഇവിടുന്ന് കിട്ടി. അതാണ് ലെയർ ആയിട്ട് കാണുന്നത്. ലെയർ ഫോർമേഷൻ കാണുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡിമെൻ്ററി റോക്കാണ്. കാരണം ഓരോ ലെയർ ആയിട്ടാണ് അവിടെ രൂപം കൊള്ളുന്നത്. ആദ്യം കുറച്ച് ഡെപ്പോസിഷൻ നടക്കും, അതിന് മുകളിൽ വീണ്ടും വീണ്ടും ഡെപ്പോസിഷൻ അങ്ങനെ നിക്ഷേപങ്ങൾ നടന്നിട്ട് രൂപം കൊള്ളുന്നതാണ്. അതിനനുസരിച്ചിട്ട് ഈ ഏറ്റവും താഴെയുള്ളതിൽ ഭയങ്കര പ്രഷർ കാരണം അത് ഒരു ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതിന് മുകളിലുള്ളതിൽ അത്ര പ്രഷറില്ല, അപ്പോൾ അതൊരു രണ്ടാമത്തേത്. അപ്പോൾ ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ലെയർ, വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ലെയർ ആയിട്ടായിരിക്കും സെഡിമെൻ്ററി റോക്കുകൾ കിടക്കുന്നത്. അപ്പോൾ ലെയേർഡ് ആയിട്ട് കാണുന്ന റോക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്കറിയാം, സെഡിമെൻ്ററി റോക്കുകളാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കണം. യെസ്, ഇവിടെ 1-2 ചോദ്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് വരാറുള്ളത്. ഒന്നൊരു ഫോസിൽ കാണപ്പെടുന്നത്, രണ്ടാമത്തത് ഫോസിൽ കാണാത്തത്. ദെൻ പ്രൈമറി റോക്കുകൾ ഏതാണ്, അല്ലെങ്കിൽ മാതൃശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്. പിന്നെ ഒന്നാണ് ഈ പറയുന്ന ലെയർ ആയിട്ട് കാണുന്ന റോക്കുകൾ ഏതാണെന്നുള്ളത്. ലെയർ ആയിട്ട് കാണുന്നത് സെഡിമെൻ്ററി റോക്കുകളാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ആൾസോ കാൾഡ് സെക്കൻഡറി റോക്ക്. കാരണം നമുക്കറിയാം പ്രൈമറി റോക്ക് എന്ന് പറയുന്നത് ഇഗ്നീഷ്യസ് റോക്കാണ്. അതിൽ നിന്ന് പിന്നീട് രൂപം കൊള്ളുന്നതാണ് സെഡിമെൻ്ററി റോക്കുകൾ. അതിൽ നിന്ന് പിന്നീടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഈ സെഡിമെൻ്ററി റോക്കുകൾ ഉണ്ടാവാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഓരോ പ്രോസസ്സിലൂടെയാണ് ഇത് നടക്കുന്നത്. ആ ജനറൽ ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരും കൂടി ഓർത്ത് വെക്കണം, ലിത്തിഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിത്തിഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെഡിമെൻ്ററി റോക്കിൻ്റെ ഫോർമേഷനെ പറയുന്ന പേരാണ് ലിത്തിഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തിഫാക്ഷൻ കാരണം രൂപം കൊള്ളുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെഡിമെൻ്ററി റോക്കാണ്. അപ്പോൾ സെഡിമെൻ്ററി റോക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വരാറ്. ഒന്ന് ലെയർ ആയിട്ട് കാണുന്ന റോക്കുകൾ ഏതാണ് എന്നുള്ളത്, അത് സെഡിമെൻ്ററി റോക്കാണ്. രണ്ടാമത്തത് ലിത്തിഫാക്ഷൻ കാരണം രൂപം കൊള്ളുന്ന റോക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് റോക്സ് ആർ ഫോംഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ലിത്തിഫാക്ഷൻ. ലിത്തിഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന റോക്ക് ഏതാണ് എന്ന് ചോദിക്കും. അതും സെഡിമെൻ്ററി റോക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ആ ഫോർമേഷൻസ്, ലിത്തിഫാക്ഷനിൽ വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ആദ്യം വരുന്നതാണ് വെതറിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ദി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെതറിങ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ അടർന്നു പോരുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപജയം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപജയം അല്ലെങ്കിൽ അപരദനം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറൻ്റ് ആയിട്ട് അതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി വരും. എവിടെ, ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്കിൻ്റെയൊക്കെ പല ഭാഗങ്ങളും പൊട്ടി വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ പൊട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നീട് എറോഷൻ നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടിയ വസ്തുക്കളെ, ഇപ്പം നദികളാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വിൻഡുകളായിരിക്കാം, ആ പൊട്ടിയ ഭാഗങ്ങളെ വഹിച്ചുകൊണ്ട് അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് അതിനെ നിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിമാലയത്തിൻ്റെയൊക്കെ മലമുകളിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉയരം കൂടിയ ഒരു വോൾക്കാനോയുടെ മുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ചെറിയ ക്രാക്കുകൾ ഉണ്ടായിരിക്കും. അവിടുന്ന് ഒഴുകുന്ന നദികൾ എന്തായിരിക്കും, ഇതിലൂടെ ഒഴുകുന്ന സമയത്ത് ഈ മുകളിൽ കിടക്കുന്നതിൻ്റെ ചെറിയ തരികളും ചെറിയ പൊടികളും ഒക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ താഴ്വാരങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ ചെറിയ പൊട്ടുകൾ രൂപം കൊള്ളുന്നതാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ആ പൊട്ടിയ സാധനത്തിന് അവിടെ നിന്ന് താഴത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എറോഷൻ എന്ന് പറയുന്നത്. ആ താഴത്തെത്തിയിരിക്കുന്നത് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു. അതിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെപ്പോസിഷൻ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ലെയർ ആയിട്ടായിരിക്കും അത് രൂപം കൊള്ളുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത സാധനം അടിഞ്ഞുകൂടി അവസാനം അത് ഘനീഭവിക്കും, അല്ലെങ്കിൽ അത് ഉറപ്പുവെച്ച് ഒരു സിംഗിൾ ലാൻഡ് ഫോം ആയിട്ട് അത് മാറുന്നതായിരിക്കും. അതിനെയാണ് കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സിമെൻ്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അടയ്ക്കാറുണ്ടല്ലോ. അതുപോലെ ലെയർ ആയിട്ട് സാധനങ്ങൾ വന്നടഞ്ഞിട്ട് അത് ഒരു സിംഗിൾ റോക്ക് രൂപത്തിലേക്ക് മാറും. അപ്പോൾ ഈ കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അതും റോക്കിലാണ് നടക്കുന്നത്. ആ റോക്കിൻ്റെ പേരാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ നടക്കുന്ന റോക്കാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രോസസ്സിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ലിത്തിഫാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് വരുന്ന മറ്റൊരു ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രോസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിത്തിഫാക്ഷൻ. ലിത്തിഫാക്ഷനിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ആ 4 പ്രോസസ്സും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, 4 പ്രോസസ്സ് ഓർത്ത് വെക്കണം. ആദ്യത്തെ പ്രോസസ്സാണ് വെതറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് എറോഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഡെപ്പോസിഷൻ
ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നാലാമത്തേതാണ് കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് അതിനെ ചുരുക്കിയെടുക്കുക. കോമ്പാക്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്? ഒതുക്കമുള്ളത് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഉപയോഗിക്കാൻ പറ്റുന്ന ചില വാക്കുകളായിരിക്കും, ചില മീനിങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാംഗ്വേജിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കോമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കുറച്ചും കൂടെ ഒതുങ്ങിയതാണ്. കോമ്പാക്റ്റ് ഫോണാണ്, കോമ്പാക്റ്റ് ലാപ്ടോപ്പാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചുകൂടെ ചെറുതാണ്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അതിനെയാണ് നമ്മൾ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? പ്രഷർ കാരണം അതൊന്ന് ഒതുങ്ങുകയാണ് ചെയ്യുന്നത്, അതാണ് കോമ്പാക്റ്റ്. സിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് വെക്കുക. നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ട് അത് ഉറപ്പ് വെക്കും, ആ പ്രോസസ്സിനെയാണ് സിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡെപ്പോസിഷൻ വന്നിട്ട് അതിന് ഉറപ്പ് വെക്കുന്നു, അതാണ് സിമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രോസസ്സും ലിത്തിഫാക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതും ചോദ്യമായിട്ട് വരും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി ഈ സെഡിമെൻ്ററി റോക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് ഇത് രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സെഡിമെൻറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെഡിമെൻറ്റേഷൻസിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സെഡിമെൻ്ററി റോക്സിൻ്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മെക്കാനിക്കലി ഫോം ചെയ്യുന്നതുണ്ട്. ഓക്കെ, മെക്കാനിക്കലി ഫോം ചെയ്യുന്നതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് മെക്കാനിക്കൽ പ്രോസസ്സ്, അതായത് സാധാരണ ഈ അടർന്ന് വരുന്നു, അത് താഴത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡെപ്പോസിഷനിലൂടെ രൂപം കൊള്ളുന്നതുണ്ട്. അവിടെ പ്രത്യേകിച്ച് വേറെ ആരും നടക്കുന്നില്ല. ജിയോമോർഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോളജിക്കലി ഉള്ള ഫോഴ്സുകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കലി ഫോംഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കലി ഫോം ചെയ്യുന്നതിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ, അതുപോലെ തന്നെ കോൺഗ്ലോമറേറ്റ്, അതുപോലെ തന്നെ ബ്രക്കിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബ്രക്കിയ, കോൺഗ്ലോമറേറ്റ്, സാൻഡ് സ്റ്റോൺ, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. സാൻഡ് സ്റ്റോൺ രൂപം കൊള്ളുന്നത് സാധാരണ മരുഭൂമി അല്ലെങ്കിൽ മരുപ്രദേശങ്ങളാണ്. അവിടെ ഈ പറയുന്ന മണലുകൾ വന്നടിഞ്ഞ് അങ്ങനെ മണൽ കല്ലുകൾ രൂപം കൊള്ളും. അതാണ് സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വിൻഡ്, മരുഭൂമി, അത് രണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിലേക്ക് അതും കൂടെ വരണേ. ആ ചെറിയ ഇമേജും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന സാൻഡ് സ്റ്റോണിൻ്റെ അടുത്തൂടെ നിങ്ങൾക്ക് കാറ്റടിക്കുന്നതും ഇതുപോലെ തന്നെ വിൻഡുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മരുഭൂമി പ്രദേശം കാണാൻ പറ്റും. അപ്പോൾ ഇത് എവിടെ രൂപം കൊള്ളുന്നു? സാൻഡ് സ്റ്റോൺസ് എവിടെ രൂപം കൊള്ളുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് രൂപം കൊള്ളുന്നത്. ഇനി അടുത്തതാണ് കോൺഗ്ലോമറേറ്റ്സ് എന്ന് പറയുന്നത്. നല്ല ഉരുളൻ കല്ലുകളാണ് അല്ലേ? ഉരുളൻ കല്ലുകൾ സാധാരണ കാണുന്നത് നദികളിലാണ്. അപ്പം ഇങ്ങനെ നദികൾ കൊണ്ടുവന്നിട്ട് ഇത്തരം കല്ലുകളൊക്കെ രൂപം കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ ചളിയൊക്കെ വന്നിട്ട് അത് ഒരു കല്ല് രൂപത്തിലേക്ക് മാറുന്നതിനെയാണ് കോൺഗ്ലോമറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺഗ്ലോമറേറ്റ് എന്ന് പറയുന്നത് സാധാരണ അർബൻ കോൺഗ്ലോമറേറ്റ്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ കോൺക്ലേവ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. കോൺക്ലേവ് നിങ്ങൾ കേട്ട ഒരു വാക്കായിരിക്കും കോൺക്ലേവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വിവിധ തലത്തിലുള്ള ആൾക്കാർ വന്ന് ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ കോൺക്ലേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്ലോമറേറ്റ് എന്ന് പറയുന്നത്. വിവിധ രൂപത്തിലുള്ള വിവിധ തരത്തിലുള്ള കല്ലുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? രൂപം കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അത് വന്ന് ചേർന്നിട്ടാണ് കോൺഗ്ലോമറേറ്റ് രൂപം കൊള്ളുന്നത്. അടുത്തതാണ് ബ്രക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രക്കിയ എന്ന് പറയുന്ന സമയത്ത് ഈ ലാൻഡുകൾ, അതായത് മുകളിൽ നിന്നുള്ള കല്ലുകൾ താഴത്തേക്ക് അടർന്ന് വീണിട്ട് അത് അവിടെ കിടന്നിട്ട് ഡെപ്പോസിഷൻ നടന്നുകൊണ്ട് രൂപം കൊള്ളുന്നതാണ് ബ്രക്കി എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ലാൻഡ് ഫോളിൻ്റെ ഇമേജ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമേജ് വെച്ചുകൊണ്ട് നിങ്ങളിവിടെ ഈ ഭാഗങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കെമിക്കലി ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രാസപ്രവർത്തനം ഏതെങ്കിലും രൂപത്തിൽ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളത്തിലായിരിക്കും പലപ്പോഴും സാൾട്ടുകൾ ലയിച്ചിട്ടുണ്ടായിരിക്കുക. അവിടെ നിന്ന് വെള്ളം ഇവാപ്പോ ട്രാൻസ്പിറേഷൻ നടന്നുകൊണ്ട് അത് പോകുന്ന സമയത്ത് ആ സാൾട്ട് മാത്രം അവിടെ ഡെപ്പോസിറ്റ് ആവുകയും ആ സാൾട്ടിൻ്റെ പരലുകൾ രൂപം കൊള്ളുകയും ചെയ്യും. നിങ്ങൾ സാമ്പാറിലേക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കരകളിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സാൾട്ടിൻ്റെ കല്ലുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഉപ്പിൻ്റെ ചെറിയ ചെറിയ കല്ലുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ രൂപം കൊള്ളുന്നതാണ് റോക്ക് സാൾട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ, സാൾട്ടിൻ്റെ ശിലാരൂപം റോക്ക് സാൾട്ട്. ഓക്കെ, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ജിപ്സം ഡെപ്പോസിറ്റുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന കാൽസ്യം ഒക്കെ അത് പലപ്പോഴായിട്ട് വന്നുകൊണ്ട് അത് ഡെപ്പോസിറ്റായിട്ട് രൂപം കൊള്ളുന്നതാണ് ജിപ്സം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടാസ്യമാണ് വരുന്നത്, അല്ലെങ്കിൽ പൊട്ടാഷാണ്. അതും എന്ത് ചെയ്യാം? ഇതേ രൂപത്തിൽ തന്നെ. ഇപ്പോൾ കാൽസ്യം, പൊട്ടാസ്യം ഇതൊക്കെ വന്നുകൊണ്ട് പലപ്പോഴായിട്ട് ഡെപ്പോസിറ്റഡ് ആയിട്ട് രൂപം കൊള്ളുന്നതാണ് പൊട്ടാഷ്യം, അതുപോലെ തന്നെ ജിപ്സം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്, കെമിക്കലി ഫോർമലായിട്ട് വരുന്നതാണ്, ഡെപ്പോസിഷൻ കാരണം രൂപം കൊള്ളുന്നതാണ്, സെഡിമെൻ്ററി റോക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൻ്റെ പേര് എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഓക്കെ, അതല്ലാതെ കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലും വരില്ല. ഓക്കെ, കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അടുത്തത് ഓർഗാനിക്കലി ഫോംഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിവർഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെയോ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ കക്കയൊക്കെ ഉണ്ടല്ലോ, കക്ക അല്ലെങ്കിൽ ചിപ്പി, ഇതിൻ്റെയൊക്കെ ആ ഒരു തോൽ എന്ന് പറയുന്നത് ഈ പറയുന്ന കാൽസ്യം കാരണം രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റുകൾ, ആ മത്സ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിവർഗ്ഗങ്ങളൊക്കെ പൊതുവെ ഒരു സ്ഥലത്തായിരിക്കും ഒരു വിഭാഗത്തിലുള്ള ജീവിവർഗ്ഗങ്ങളെ
നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം അവർ കാലാകാലങ്ങളായിട്ട് അവർ മരിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ ആ ശിലാരൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോല് സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്ത് ചെന്നിട്ട് അങ്ങനെ അടിഞ്ഞു കൂടുന്നതായിരിക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് ആ പ്രദേശത്ത് ആ ജീവിവർഗ്ഗങ്ങൾ ജീവിക്കുകയും അവരുടെ തോട് അല്ലെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങൾ വന്ന് അടിഞ്ഞു കൂടി അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള ശിലാരൂപങ്ങളാണ് ലൈം സ്റ്റോൺസ് എന്ന് നമ്മൾ സാധാരണ പറയാറ്. നീറ്റ് കക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കക്കയുടെ തോട് എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കുക. അപ്പോൾ അവിടെ ആ കക്ക എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. അപ്പോൾ അത് ഓർഗാനിക്കലി ഫോംഡ് ആണ്. അങ്ങനെ കക്കയുടെ കുറേ കക്കകളുടെ തോടുകൾ വന്ന് രൂപം കൊള്ളുന്നു. അതാണ് നമ്മൾ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർഗാനിക്കലി ഫോംഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഓർഗാനിക്കലി ഫോംഡ് ആയിട്ടുള്ള എല്ലാ സെഡിമെൻ്ററി റോക്കുകളിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവി വർഗ്ഗങ്ങളെ കണ്ടെത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സെഡിമെൻ്ററി റോക്കുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോസിൽസ് എന്ന് പറയുന്നത്. അടുത്തത് കോളാണ്. കോള് നിങ്ങൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ സസ്യജീവജാലങ്ങൾ മണ്ണിനടിയിൽ പെടുകയും അത് വളരെ വർഷക്കാലം മണ്ണിനടിയിൽ കിടന്ന് പ്രഷർ അനുഭവിച്ചുകൊണ്ട് അത് പിന്നീട് കാർബണിൻ്റെ രൂപത്തിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൾ വരുന്നുണ്ട്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനൈറ്റ്, പീറ്റ്, ലിഗ്നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്. അതായത് എത്ര വർഷക്കാലത്തോളം എത്ര പ്രഷർ അനുഭവിച്ചുകൊണ്ട് അത് കിടന്നു എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കും. അത് കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ളത് മാറും. അതിൽ നിന്നുള്ള സൾഫർ കണ്ടൻറ്റുകളൊക്കെ ഇല്ലാതാകും. അങ്ങനെ അത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കോളായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പ്ലാന്റിൽ നിന്നാണ് കോള് രൂപം കൊള്ളുന്നത്. ഓക്കെ, പ്ലാന്റിൽ നിന്നാണ് കോള് രൂപം കൊള്ളുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിവർഗ്ഗങ്ങളുടെ ഷെല്ലിൽ നിന്ന് രൂപം കൊള്ളുന്ന മറ്റൊരു ലാൻഡ് ഫോമാണ് ചോക്ക് എന്ന് പറയുന്നത്. അതിനൊക്കെ വൈറ്റ് കളറാണ്. നീറ്റ് കക്ക വൈറ്റ് കളറാണ്, ചോക്ക് വൈറ്റ് കളറാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ കാൽസ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ വരുന്നത്. എന്നാൽ പ്ലാന്റിലേക്ക് വരുന്ന സമയത്ത് കാർബണിൻ്റെ സാന്നിധ്യമാണ്, അതുകൊണ്ടാണ് അതിന് കറുപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് കറുപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനപ്പാഠം പഠിക്കേണ്ട, കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓരോന്നും എവിടെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ മനപ്പാഠമാക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല. ഒന്നുകൂടി ഇരുത്തിയിട്ട് ഓരോന്ന് എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. കാണാതെ പഠിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. ഓക്കെ, യെസ്, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. ദെൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് മെക്കാനിക്കലി ഫോംഡ് ആയിട്ടുള്ളതാണ്. മെക്കാനിക്കലി ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റോക്കുകൾ വന്നടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ്. അതിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ, കോൺഗ്ലോമറേറ്റ്, ബ്രക്കിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും കെമിക്കലി ഫോംഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് റോക്ക് സാൾട്ട്, ജിപ്സം, പൊട്ടാഷ്. ഇവിടെ നിങ്ങൾക്കറിയാം കാൽസ്യം വരുന്നുണ്ട്, പൊട്ടാസ്യം വരുന്നുണ്ട്. ദെൻ റോക്ക് സാൾട്ട് ആണെങ്കിൽ സോഡിയം വരുന്നുണ്ട്. ഓക്കെ, സോഡിയം വരുന്നുണ്ട്. ദെൻ കാൽസ്യം വരുന്നുണ്ട്, പൊട്ടാസ്യം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ 1, 2 ഗ്രൂപ്പുകളിലായിട്ട് വരുന്ന എലമെൻറ്റുകളാണ്. അതും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൽക്കലൈൻ എർത്ത് എലമെൻറ്റുകളായിട്ട് വരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇതൊക്കെ വരുന്നത് ഒരേ ഗ്രൂപ്പുകളിലായിട്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒരേ രൂപത്തിൽ രൂപം കൊള്ളുന്നതായിരിക്കും. കെമിക്കലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. സോഡിയം വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പോൾ കെമിക്കലി ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം കെമിക്കലി ഫോംഡ് ആയിട്ടുള്ള സെഡിമെൻ്ററി റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്, സാഫ്രോൺ സാധാരണ രൂപം കൊള്ളുന്നത് കരേവ ഫോർമേഷൻസ് വരുന്ന സമയത്താണ്, ജമ്മു കാശ്മീർ ഏരിയയിലാണ്. ഓക്കെ, യെസ്, ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആര്യം, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഓർഗാനിക്കലി ഫോംഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഓർഗാനിക്കലി ഫോംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വരുന്നതാണ് ലൈം സ്റ്റോൺസ്, കോള്, ചോക്ക്. ഓരോന്നും ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി സെഡിമെൻ്ററി റോക്കുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ പോലെ ഫോസിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സെഡിമെൻ്ററി റോക്കുകളിലാണ്. അതുപോലെ തന്നെ ലെയർ ആയിട്ടായിരിക്കും. കണ്ടില്ലേ, ഇവിടെ ഒരു ലെയർ വരുന്നുണ്ട്, അതിന് മുകളിൽ അടുത്ത ലെയർ, ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് നിങ്ങൾക്ക് സെഡിമെൻ്ററി റോക്കുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കും. ചിലപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് നൽകുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്നായിരിക്കും. സ്ട്രാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ലെയർ എന്നാണ്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. സ്ട്രാറ്റിഫിക്കേഷൻ കാണുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെഡിമെൻ്ററി റോക്കാണ്. അതിൽ ഫോസിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡായിട്ടുള്ളത് ഇഗ്നീഷ്യസ് റോക്ക് ആണെങ്കിൽ അതിനേക്കാളും കട്ടി കുറഞ്ഞിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും സെഡിമെൻ്ററി റോക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ സോഫ്റ്ററാണ്.
ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, മോസ്റ്റ് ഓഫ് ദ ഫോസിൽസ് ആർ ഫൗണ്ട് ഇൻ ദ സെഡിമെൻ്ററി റോക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു വാക്കും കൂടെ ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വാക്ക് പുതിയതായതുകൊണ്ട് ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെയർ എന്നുള്ള അർത്ഥമാണ്. ലെയേർഡ് സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപം, മോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നത്. രൂപാന്തരം സംഭവിച്ച റോക്കുകളെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ കായാന്തരിത ശിലകൾ എന്ന് പറയും. ഓക്കെ, കായാന്തരിത ശിലകൾ എന്ന് പറയും. മെറ്റാമോർഫിക് റോക്ക് രൂപാന്തരം സംഭവിച്ച ശിലകളാണ്, കല്ലുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? റോക്സ് ഫോംഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് റോക്ക്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്കുകളിൽ മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെഡിമെൻ്ററി റോക്കുകളിൽ നിന്നോ ഇഗ്നീഷ്യസ് റോക്കുകളിൽ നിന്നോ മെറ്റാമോർഫിക് റോക്കുകൾ രൂപം കൊള്ളാം. ഓക്കെ, യെസ്. ഇനി ഇതിന് കാരണമായിട്ട് വരുന്ന പ്രധാനമായിട്ടുള്ള 2 ഏജൻറ്റുകളാണ് വരുന്നത്. ഒന്ന് ഹീറ്റ്, രണ്ടാമത്തേത് പ്രഷർ. കെമിക്കൽ ആക്ഷനും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് ഹീറ്റ്, രണ്ടാമത്തേത് പ്രഷർ. ഇത് രണ്ടുമാണ് മറ്റ് റോക്കുകളെ മെറ്റാമോർഫിക് റോക്കുകളായിട്ട്, കായാന്തരിത ശിലകളായിട്ട് മാറ്റുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ മെറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച്, മോർഫ് രൂപം. ഓക്കെ, ചേഞ്ച് ഇൻ രൂപം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫോം. ഓക്കെ, യെസ്. ദെൻ അടുത്തത് ഈ മെറ്റാമോർഫുകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് ആയിട്ട് വരുന്ന റോക്കുകൾ, കായാന്തരിത ശിലകൾ, അത് പ്രധാനമായിട്ടും ഏത് പാരൻ്റ് റോക്കിൽ നിന്നാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഏത് റോക്കിൽ നിന്നാണോ അതിന് പ്രഷറും മർദ്ദവും താപവും കാരണം രൂപാന്തരം സംഭവിച്ചത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന മെറ്റാമോർഫോസ്ഡ് റോക്കിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ജിപ്സത്തിനാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റോക്കിനാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗ്രാനൈറ്റ്. ഓക്കെ, ഗ്രാനൈറ്റിനാണ് നമ്മൾ പ്രഷറും അതുപോലെ തന്നെ ഹീറ്റും ഒക്കെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള ലാൻഡ് ഫോം ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് വിചാരിക്കുക. അല്ലെങ്കിൽ ജിപ്സത്തിനാണ്, ഓക്കെ, സെഡിമെൻ്ററി റോക്കായിട്ടുള്ള ജിപ്സത്തിനാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വേറൊരു ടൈപ്പ് ഓഫ് കായാന്തരിത ശിലയായിട്ടായിരിക്കും മാറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റോക്കിലാണോ നമ്മൾ പ്രഷർ കൊടുക്കുന്നത്, ഏത് റോക്കിലാണോ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് രൂപം കൊള്ളുന്ന കായാന്തരിത ശിലയും മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ശിലയിലാണോ നമ്മൾ മാറ്റം വരുത്തുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ റോക്ക് അല്ലെങ്കിൽ പാരൻ്റ് റോക്ക് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും മെറ്റാമോർഫഡ് റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ടെക്സ്ചർ, സ്ട്രക്ചർ, മിനറൽ കോമ്പോസിഷൻ ഇതിലൊക്കെ മാറ്റം വരുത്താൻ ഈ പറയുന്ന പാരൻ്റ് റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റോക്കിൽ നിന്നാണോ മാറ്റം സംഭവിച്ച് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത് അത് കാരണമായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ സെഡിമെൻ്ററി റോക്കിൻ്റെ കേസിൽ 3 തരത്തിലുള്ള സെഡിമെൻ്ററി പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മെറ്റമോർഫിക്കിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് മെറ്റമോർഫിസമാണ് വരുന്നത്. ഒന്ന് കോണ്ടാക്ട് മെറ്റമോർഫിസം, രണ്ടാമത്തത് റീജിയണൽ മെറ്റമോർഫിസം. നമ്മൾ പറയാറുണ്ട് കോണ്ടാക്ട് എന്ന് പറയുന്നത്, അതായത് ചൂടുള്ള വസ്തുവും അതുപോലെ തന്നെ തണുത്ത വസ്തുക്കളും കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറയുന്നത് ഹീറ്റ് കാരണം ഏതെങ്കിലും ഒരു ശിലയ്ക്ക് മാറ്റം സംഭവിക്കുകയാണെന്ന് ണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്മയോട് അടുത്ത് വരുന്ന പ്രദേശങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കാറുള്ളത്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ലൈം സ്റ്റോണിലേക്ക് ഹീറ്റ് വരുന്ന സമയത്താണ് മാർബിൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ മാർബിൾ എന്ന് പറയുന്നത് ഒരു മെറ്റമോർഫിക് റോക്കാണ്. ഓക്കെ, എന്നാൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നീഷ്യസ് റോക്കാണ്. അതാണ് അവിടുത്തെ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലൈം സ്റ്റോണിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മാർബിൾ കിട്ടുന്നത്. ഓക്കെ, ലൈം സ്റ്റോണിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർബിൾ കിട്ടുന്നതാണ്. ദെൻ അതുപോലെ തന്നെ റീജിയണൽ മെറ്റമോർഫിസം വരുന്നുണ്ട്. റീജിയണൽ മെറ്റമോർഫിസം സംഭവിക്കുന്നത് പ്രഷർ കാരണമാണ്. പ്രധാനമായിട്ടും ഹൈ പ്രഷർ വരുന്ന സമയത്താണ് റീജിയണൽ മെറ്റമോർഫിസം സംഭവിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഷെയിൽ, അതിൽ കുറച്ചുകൂടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് സ്ലേറ്റ് ആവും. വീണ്ടും പ്രഷർ കൊടുക്കുന്ന സമയത്ത് സിസ്റ്റ് ആവും. വീണ്ടും പ്രഷർ വരുന്ന സമയത്ത് ജെനിസ് ആയിട്ട് അത് മാറും. ഓക്കെ, അല്ലെങ്കിൽ നീസ് ആയിട്ട് അത് മാറും. ഇതിനെ സാധാരണ ജി ഉച്ചരിക്കാതെ നീസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെനിസ്, അത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജെനിസ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉച്ചരിക്കാം. സാധാരണ നീസ് എന്നുള്ള രൂപത്തിലേക്കാണ് ഇതിനെ ഉച്ചരിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഷെയിൽ, സ്ലേറ്റ്, സിസ്റ്റ്, നീസ് ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് നടക്കാറുണ്ട്. ഓക്കെ, യെസ്, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഇതിവിടെ സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒക്കേഴ്സ് ഡ്യൂറിങ് മൗണ്ടെയിൻ ബിൽഡിംഗ്. ഞാൻ പറഞ്ഞു ഹിമാലയത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ നടക്കുന്നത്. കാരണം അവിടെ മൗണ്ടെയിൻ ബിൽഡിംഗ്, പ്രത്യേകിച്ചും ഫോൾഡ് മൗണ്ടെയിൻസ് രൂപം കൊള്ളുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്.
ഓക്കെ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർത്ത് വയ്ക്കുക. റീജിയണൽ മെറ്റമോർഫിസം എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രഷർ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. കോണ്ടാക്ട് മെറ്റമോർഫിസം എന്ന് പറയുന്നത് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് മെറ്റമോർഫിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. ഇനി ഓരോ പാരൻറ്റ് റോക്കും അതിന് സംഭവിക്കുന്ന മെറ്റമോർഫിസവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൈംസ്റ്റോണിലേക്ക് നിങ്ങൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് മാർബിളായിട്ട് മാറും. അതുപോലെ തന്നെ സാൻഡ്സ്റ്റോൺ വരുന്നുണ്ട്. സാൻഡ്സ്റ്റോണിലേക്കും ഇതേപോലെ തന്നെ ഹീറ്റ് വരുന്ന സമയത്ത് അത് ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. രണ്ടിലും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സിലിക്ക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഓക്സിജൻ. ഇത് രണ്ടിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷെയ്ഡ് വരുന്നുണ്ട്, അത് സ്ലേറ്റ് ആയിട്ടും ഓക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനലി നീസ് ആയിട്ടും ഒക്കെ അത് മാറുന്നുണ്ട്. ദെൻ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഗ്രാനൈറ്റ് ഇഗ്നീഷ്യസ് റോക്കാണ്, അതിന് പ്രഷർ സംഭവിക്കുന്ന സമയത്ത് അതും നീസായിട്ട് മാറുന്നുണ്ട്. ദെൻ കോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെറ്റമോർഫിക് റോക്കാണ് കോൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും രൂപം കൊള്ളുന്നത് ഫ്ലോറയിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കോള് രൂപം കൊള്ളുന്നത്. ആ കോളിൽ നമ്മൾ വീണ്ടും പ്രഷർ കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഗ്രാഫീൻ, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, കോള് ഇതൊക്കെ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. ഓക്കെ, കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ വരുന്നതാണ് ഗ്രാഫൈറ്റ്, ഗ്രാഫീന്, കോള്, ഡയമണ്ട് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നത് കോളിൻ്റെ മുകളിലേക്ക് വീണ്ടും പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ കോള് കുറച്ചും കൂടെ പ്രഷേർഡ് ആകുന്ന സമയത്താണ് ഗ്രാഫൈറ്റ് രൂപം കൊള്ളുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഏത് പാരൻറ്റ് റോക്കിൽ നിന്നാണ് ഏത് മെറ്റമോർഫിക് റോക്ക് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കണം, പഠിച്ചു വയ്ക്കണം. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ഞാൻ പറഞ്ഞു പ്രഷർ കാരണം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ഹാർഡായിരിക്കും. ഓക്കെ, കാരണം ഓൾറെഡി നിൽക്കുന്ന റോക്കുകളുടെ മുകളിൽ പ്രഷറും കൂടെ വന്നിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പ്രഷറും കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഫോസിൽസ് നോ എന്ന് പറയാൻ പറ്റില്ല, കമ്പാരറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സെഡിമെൻ്ററി റോക്കുകൾക്കൊക്കെ രൂപാന്തരം സംഭവിച്ചിട്ടാണ് രൂപം കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രൂപത്തിലേക്കൊക്കെ ഫോസിൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തീരെ ഫോസിൽസ് ഇല്ലാത്തത് പ്രധാനമായിട്ടും ഇഗ്നീഷ്യസ് റോക്കിൽ മാത്രമാണ്. ഇനി ഒരു റോക്ക് ഹാർഡാണ് എന്നുണ്ടെങ്കിൽ, അത് ദൃഢമാണ് എന്നുണ്ടെങ്കിൽ, അത് വളരെ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഹൈലി റെസിസ്റ്റൻ്റ് ടു എറോഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു തരത്തിലുള്ള അപരദനമോ അപജയമോ ഒന്നും സാധാരണ സംഭവിക്കില്ല. ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, യെസ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. യെസ്, ഇനി നമ്മൾ റോക്കുകളെ കുറിച്ചിട്ട് പൊതുവെ എന്തുകൊണ്ടാണ് വൈ ദ റോക്സ് ആർ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ശിലകൾ ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസ് അതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് റോക്കുകളാണ്. ഈ റോക്കുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, റോക്ക് സാൾട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കല്ലുപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. കല്ലുപ്പ്, അപ്പോൾ കല്ലുപ്പ് ഉണ്ടാക്കുന്നത് റോക്ക് സാൾട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മിനറൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് റോക്കുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ചെങ്കല്ല് വരുന്നുണ്ട്, ഗ്രാനൈറ്റ് വരുന്നുണ്ട്, മാർബിൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന കല്ലുകളിൽ നിന്നാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് ദ സോയിൽ വരുന്നുണ്ട്. ഈ പറയുന്ന റെഡ് സ്റ്റോണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചെങ്കല്ല്, അത് പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാകുന്നത്, ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഓക്കെ, ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർമേഷൻ ഓഫ് ദ സോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നീഷ്യസ് റോക്ക്, അത് പൊടിഞ്ഞിട്ടാണ് കറുത്ത മണ്ണ് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലുകൾ അല്ലെങ്കിൽ റോക്കുകൾ അത് പൊടിഞ്ഞിട്ടാണ് സോയിൽ അല്ലെങ്കിൽ മണ്ണ് രൂപം കൊള്ളുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ സ്റ്റോർ ഹൗസ് ഓഫ് ദ ഫോസിൽസ് ആണ്. പ്രത്യേകിച്ചും മെറ്റമോർഫിക് റോക്സിൽ നമുക്ക് ധാരാളമായിട്ടുള്ള ഫോസിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതുകൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കല്ലുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എർത്തിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ബേസിക്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഡയറക്റ്റ് സോഴ്സായിട്ട് നമ്മൾ പഠിച്ചതാണ് ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷനിൽ നിന്നൊക്കെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലുകൾ. അപ്പോൾ നമ്മുടെ എർത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് സോഴ്സാണ് വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൂസീവ് റോക്കുകൾ എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് സോഴ്സാണ്. ഡയറക്റ്റ് സോഴ്സ്, ഇൻഡയറക്റ്റ് സോഴ്സുകളൊക്കെ വരുന്നുണ്ട്. അതിൽ നല്ലൊരു ഡയറക്റ്റ് സോഴ്സാണ് ഇത്തരത്തിലുള്ള റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റോക്കുകൾ അല്ലെങ്കിൽ ശിലകളുടെ പൊതുവായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ശിലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷനിൽ ചോദിക്കുന്ന പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പോയിട്ടുള്ളത്. ഓക്കെ,
യെസ്, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ക്ലാസിഫിക്കേഷൻസും ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അവിടെ നിന്നൊക്കെ ചോദ്യം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ വന്നുകൊണ്ട് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, യെസ്, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ സമ്മറി ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണ് ഓരോ റോക്കുകളും കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ ഇഗ്നീഷ്യസ് റോക്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂവിലാണ്. ദെൻ സെഡിമെൻ്ററി റോക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഡോ ഗംഗൈറ്റിക് പ്ലെയിൻസിലാണ്. മെറ്റമോർഫിക് റോക്സ് പ്രഷർ കാരണമാണ് ഹിമാലയം അതുപോലെ തന്നെ പെനിൻസുലർ പ്ലാറ്റ്യൂവിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് മെറ്റമോർഫിക് റോക്കുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ കാര്യം കൂടെ എവിടെയാണ് ഏതൊക്കെ റോക്കുകൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു ടേബിളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ റോക്കും എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, യെസ്, സോ താങ്ക് യു എവരി വൺ ആൻഡ് സ്റ്റഡി വെൽ, വിഷ് യു എവരി വൺ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ക്ലാസ്സുകളും ആ ഒരു വിത്തിൻ 12 hours അല്ലെങ്കിൽ മാക്സിമം എപ്പോഴാണോ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നത് അറ്റ് ദ ഏർലിയസ്റ്റ് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പെൻഡിങ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിന് ഹാംഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലൈക്ക് നമ്മുടെ ചാനലിലും ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ അലൗഡ് അല്ല. നിങ്ങൾ 12 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, സോ താങ്ക് യു എവരി വൺ. സ്റ്റഡികൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, യെസ്.